സ്റ്റാർട്ട് ചെയ്തോ? അപ്പോ ഇന്ന് ഡേ 3 വ്ളോഗിന്റെ ഡേ 3. ഡേ 2 അത്ര രസമില്ലായിരുന്നു. ചില സാങ്കേതിക വിദ്യ കാരണം ഇന്നലെ നമുക്ക് സാങ്കേതിക തകരാറ് തകരാറില്ല. അപ്പൊ ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് നമുക്ക് കളറാണ്. അത് മാത്രല്ല നാളെ മുതൽ നോമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. പറയണുള്ളേ സർപ്രൈസ് റിവീലല്ലേ. ഇന്ന് നാളെ മുതൽ നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മള് ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ പോകുന്ന ദിവസമാണ്. അതെ, ഫ്രീ ആയിട്ട് എല്ലാരും കൂടി ഫുഡ് കഴിക്കുന്നു. ഈ കാറൊക്കെ നമ്മള് പാർക്കിംഗ് മൊത്തം നമ്മള് സെൽഫേക്ക് ഫുഡ് കഴിക്കാൻ പോകാനുള്ള മൂഡിലാണ് എല്ലാരും. കാർ എടുത്തത് വലിയ 7 സീറ്റർ എടുത്തത് അവിടെ ഒന്ന് നമ്മളതാണ്. രണ്ടെണ്ണം നമ്മളതാണ്. നീ വണ്ടികൾ വരുന്നുണ്ട്. അതിന് മുമ്പ് ചെക്കന്മാർ ഓൾമോസ്റ്റ് എത്തിക്കണേ. എല്ലായിടത്തും പോവാം. നമുക്ക് എല്ലാരും പരിചയപ്പെടാൻ പോവാം. ആദ്യം നമ്മളെ വ്ളോഗിൽ റയാൻ ക്രിസ്റ്റ് എടുത്തിട്ടാണല്ലോ. നമ്മളെ മൂത്ത ആൾക്കാർക്ക് എന്താ പറയാനുള്ളത് നോക്കാം. വർത്താനം പറയണെന്ന് ഒച്ചപ്പാടുണ്ടാക്കണവർക്ക് ആദ്യം കൊടുക്കണം. ഷിബിലുവിന്റെ അർമാൻ എക്സ്ചേഞ്ച് ഊരിയെടുത്ത് ഒന്നും ചെയ്യാറില്ല. കഴിവേറി ഒറിജിനൽ എന്നൊക്കെ പറയണ്ടേ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. എന്താ പറയണേ, നമ്മളെല്ലാരും ഫുഡ് കഴിക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മൾ അടുത്ത വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് മഞ്ഞൾക്ക് മന്തി കഴിക്കാനാണ്. നമ്മുടെ കൂടെ മുസ്ലിം എല്ലാവരും 33 ആൾക്കാരാണ് നമ്മളെ മന്തി കഴിക്കാന്. അപ്പോ ആസിമിന്റെ വണ്ടിയാണെന്ന് ഹൈലൈറ്റ്. ആര് കേറുന്നാണ് ആർക്കും വരാത്തത്. കാരണം എന്താ വെച്ചാല് ഇതാ വരുന്നത് നമ്മളെ തന്തപൊടി വണ്ടിയിലാണ് ഞാൻ കേറുന്നത്. ഷിബിലുവിന്റെ ഒപ്പം പോയി തടിച്ചെന്ന് പറയുന്നുണ്ട്. അതിനെ കണ്ടിട്ട് വന്നില്ല ചേട്ടാ, ഫേക്ക് ആണ്. അങ്ങനെ പറയരുതാ. ഞാൻ കൊണ്ട് എല്ലാരും ധരിപ്പിച്ചിട്ടുണ്ട്. ഇനി ബോഡി ട്രാൻസ്ഫോർമേഷൻ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ചെറിയ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം. അതെ, തടിക്കാൻ താല്പര്യമുള്ളവര് ഷിബിലുവിനെ കോൺടാക്ട് ചെയ്യാം. ഡയറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കൂല. നമ്മൾ ഫുൾ ബൾക്കിംഗ് മാത്രം നമ്മൾ ചെയ്ത് കൊടുക്കണുള്ളൂ. ഫാറ്റ് നല്ല രീതിയിൽ ഡേർട്ടി ബൾക്കിംഗ് അല്ല, തെണ്ടി ബൾക്കിംഗ് ആണ്. യൂട്യൂബ് ചാനലിൽ 2 സബ്സ്ക്രൈബേഴ്സ് മാത്രമാണുള്ളത്. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്. 2 സബ്സ്ക്രൈബേഴ്സ് അല്ല, റോങ് ന്യൂസ് ആണ്. 40ഓളം സബ്സ്ക്രൈബേഴ്സ് ആയിക്കണം. നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയില്ല ഇങ്ങനെ ഒരു പ്രസ്ഥാനം. 100 ആയ നമ്മൾ കേക്ക് കുറിക്കുന്നതാണ്. 100 സബ്സ്ക്രൈബേഴ്സ് ആയാൽ നമ്മള് പോകുന്നതിന് മുമ്പ് കേക്ക് കുറിക്കും. ഷുവർ. പക്ഷെ അപ്പൊ നോമ്പേക്കാരം അത് പ്രശ്നമില്ല. നോമ്പ് തുറന്നതിന് ശേഷം ഉറപ്പായിട്ടും. അപ്പൊ അതിന് മുന്നേ നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. നോമ്പാണെങ്കിൽ തൊണ്ട തട്ടാത്ത രീതിയിലാണ് ഇറക്കിയ പോലെ. തൊണ്ട തട്ടാത്ത രീതിയിൽ. അതാണ് അതിന്റെ ട്രിക്കിലെ. എന്നാ നടക്കി എല്ലാരും പരിചയപ്പെടുത്തി. ഇനി നമ്മൾ സുലൈമാന്റെ മോന് അത് ബീപ്പ് അടിക്കുന്നതായിരിക്കും. കമ്പനി വേണ്ട. ഓനെ കമ്പനിക്കാരൻ രണ്ടാമത്തെ വണ്ടി ഫ്ലിപ്പ് അടിച്ചു. എന്നാ പിന്നെ റയാന്റെ അടുത്ത് ഒന്ന് പോയി കാര്യങ്ങൾ ചോദിച്ചിട്ട് വരാം. അലമ്പുണ്ടാക്കരുത്, വ്ളോഗിനെ അലങ്കോലമാക്കരുത്. എന്താ പരിപാടി? മന്തി വെക്കാൻ പോലെ വണ്ടി മറിഞ്ഞതിനെ കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? ഞാൻ അതിനൊന്ന് റിക്കവർ ആയ വേണ്ടിട്ട് ഇപ്പൊ മന്തി വെക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. റയാന ക്രിസ്റ്റ്യൻ ഉണ്ട്. അത് വലിയൊരു ഇതാണ്. അല്ല, ഒരു ടൊയോട്ടോ വ്ളോഗായിട്ട് ഒന്ന് പോയിട്ട് വരണം. എന്താണ് അർജന്റ് ആയിട്ട്? മൈക്ക്. ഹായ് ഗായ്സ്. ഓക്കെ, മൈക്കാണല്ലേ സൗണ്ട് ഉണ്ടാവുക. ഓക്കെ വ്ളോഗിൽ വരണമെന്ന് തിരക്കുള്ളവരൊക്കെ ഇതാക്കണേ. ഒന്ന് കൊടുക്ക്. ഫാക്ക് ഞങ്ങൾ പറയാം. മന്തിക്കാൻ പോവാണ് ഗായ്സ്. അടുത്ത് അഞ്ജു എന്താ പറയാ? അഞ്ജു സി കോസ്റ്റ്യൂമിലാന്നുള്ളത്. നമ്മള് മന്തിക്കാൻ പോവാണേ. ലാസ്റ്റ് മന്തി ആയിരിക്കും അല്ലേ? ലാസ്റ്റ് ഒന്നും പറയല്ലേ ഒരുമാതിരി. നമ്മളെല്ലാരും കൂടി നാളെ മുതൽ നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നോണ്ട് അങ്ങനെ ലാസ്റ്റ് വന്നു. ഫിബക്ക് എന്തായാലും പറയാണ്ട. ഹായ് ഗായ്സ്. മന്തി കഴിക്കാൻ പോണതിനെ പറ്റിട്ട് കുബ്ബ സ്ട്രീറ്റ് വേണോ മൻഹൽ വേണോ? മൻഹൽ നമ്മൾ ഒരു വട്ടം പോയില്ലേ. കുബ്ബ സ്ട്രീറ്റ് കൊണ്ടോട്ടിയാണോ മൻഹലിങ്ങനെ പോണുള്ളൂ. പറ്റുമോ? അനക്ക് തോന്നിയാക്കാൻ പറ്റൂല. എന്താടാ മൊത്തത്തിലുള്ള ആക്കാൻ പറ്റുള്ളൂ. ഒരു മിനിറ്റ്. എന്താ പ്രശ്നം? എന്താ ഫോണാ ഇന്റെ അടുത്തില്ല. ഇന്റെ അടുത്തില്ല. ഇല്ല. എന്താ ആരുടെ പോയില്ല? എന്റെതാ? എന്റെ ഫോൺ ഏതാ? ഞാൻ എടുത്തിട്ടില്ല. പർസോനാണ് ഞാൻ എടുത്തിട്ടില്ല. കൃഷ്ണന്റെ ഫോൺ ഏതാ? 11 Pro. എത്ര ബാറ്ററി ഹെൽത്ത് ഉണ്ട്?
എന്തിനു വേണ്ടിട്ടായാലും അതൊക്കെ എന്തിനാ അല്ല വിറ്റ എത്ര പെട്ടെന്ന് പറയാൻ പറ്റും അന്റെ കണ്ടാ അല്ല ഇന്ത്യയിലില്ല അല്ല ഒഴിവാക്കോ എന്താ ഫാ നിർത്തടാ ഇപ്പൊ ആരടുത്തൊക്കെ പോവാ നവാസ് നൗസി ഓ സാധനം ഇറക്കിയാ നൗസിക്ക് എന്താ പറയാനുള്ളത് വ്ളോഗ് അനാൻഷ മോഡിലേക്ക് ഗൈസ് ഞങ്ങൾ എവിടേക്കാണ് നമ്മള് മന്തി കഴിക്കാൻ പോണേ മന്തി കഴിക്കാണ്ട് പോണേ അറിയില്ല മന്തി കഴിക്കും പോണ ഗൈസ് മന്തി കഴിക്കാൻ പോണേ കൊറേ ഗായ്സ് മാത്രം പോരാ നീ വേറെ എവിടെ പോണ് മന്തിക്കടയില് നമ്മളാ ഡാൻസിനെ പറ്റിട്ട് ഞങ്ങൾ ഡാൻസ് ക്ലാസ് കാണിക്കണ്ട ക്ലാസ് കാണിക്കണ്ട ഞാൻ ഇതൊക്കെ സാധനം കാണിച്ചു തരാം ക്ലാസ്സിന് മൈക്കുണ്ട് എടാ മൂസി അത് പഠിക്കാണ് അതല്ല അത് റീല് കണ്ടാ മതി റീല് സെൽഫേരി വരുന്നുണ്ട് ബാക്കി ഞങ്ങളെ സെൽഫേരില് കാണാം റീല് വരുന്നു ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഇവന്റേതല്ല ഞങ്ങളത് വരും സി റീല പക്ഷെ അപ്പൊ നെക്സ്റ്റ് വിട്ടുപോലെ എവിടെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞത് കണ്ണൂരിൽ നിന്നുള്ള ഒരു മറ്റേ ബോംബിന്റെ ഇമോജി ഇട്ട് സപ്പോർട്ട് ചെയ്യാന്ന് അതിനോട് എന്താ പറയാനുള്ളത് ഒന്നും പറയാനില്ല എല്ലാരും കാണാൻ ചൊറുക്കിയാത്ത പെണ്ണുകളെ കണ്ടിക്കണ തലശ്ശേരിയിൽ കാണാൻ ചൊറുക്കിയാത്ത പെണ്ണുകളെ കണ്ടിക്കണ പക്ഷെ ഞങ്ങള് കണ്ടുതാ കാണാൻ ചൊറുക്കിയാത്ത എന്താ പറയണ്ടേ എന്താ പറയണ്ടേ ഞാൻ കട്ടയിട്ടാ എന്താ പറയണ്ടേ ഞാൻ കട്ടയും എന്താ പറയണ്ടേ എന്താ എനിക്ക് ഇഷ്ടമുള്ള പറഞ്ഞു ഇന്നെ പറ്റിച്ച ഇങ്ങടിക്ക് പറഞ്ഞാൽ കണ്ണൂരിലുള്ളതാണ്. നമ്മള് പിള്ളേരെല്ലാരും അങ്ങോട്ട് പോകാനാണ് റെഡി ആയിക്കണേ. നമ്മൾ മൻഹൽ കോട്ടക്കല് മൻഹൽ എക്സൈറ്റഡ് ആണോ? യെസ്. നമ്മള് എല്ലാരും ഒരു 10 ദിവസം കൊണ്ട് ഇത് പിരിഞ്ഞു പോണതിനെ പറ്റിയ എന്റെ അഭിപ്രായം എന്താ? നല്ല സങ്കടം ഉണ്ട്. കണ്ണൂർക്ക് തിരിച്ചു വയ്ക്കും. കണ്ണൂരത്തെ മന്തി അയച്ചിട്ടുള്ളൂ. മൻഹലത്തെ മന്തി വെച്ചിട്ടുണ്ട്. മലപ്പുറത്തുള്ള കണ്ണൂര് മന്തിയാണോ മലപ്പുറം മന്തിയാണോ ബെസ്റ്റ്? ഇപ്പൊ പറയണം. 1 2 3 ഏതാ? എന്നാലും മന്തി ഷിബിലു കൊണ്ടേ എല്ലാ മലപ്പുറം ജില്ലയിലെ എല്ലാ മന്തിയും ഷിബിലു കൊണ്ടേ തീറ്റിച്ച ഒരാളെന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പണ്ട് ഇവിടെ എങ്ങനെ നിന്ന് സൈഡ് കൊടുക്കാം, ബിഫോർ ആഫ്റ്റർ കൊടുക്കുന്നതായിരിക്കും. മഞ്ഞൾ മന്തിനെ പറ്റി എന്താ അഭിപ്രായം? മഞ്ഞൾ മന്തിയിൽ എന്റെ ഫേവറേറ്റ് പെരി പെരി ആൻഡ് ഹണിയാണ്. പക്ഷെ ഇന്ന് ഞാൻ തിന്നാൻ പോണത് ഹണിയാണ്. നീ ഇനി അമീന കൊടുക്ക്. പിന്നെ ഒരു മിനിറ്റ്, ചെക്കനെ കാണിക്കണേന് മുമ്പേ എന്താണ് മഞ്ഞൾ മന്തിനെ പറ്റി എന്താ പറയാനുള്ളത്? അടുത്ത് കൂടി. മൻഹൽ മന്തി മലപ്പുറത്തിലെ രണ്ടാം സ്ഥാനം കൈപ്പറ്റിയ ഒരു മന്തിയാണ്. മന്തി നമ്മളെ കൗസറിന്റെ ഒരു ഭാഗമാണത്. ആണ്. അത് ആർക്കും അറിയില്ല പക്ഷെ അല്ലേ? കൗസറിന്റെ അല്ലല്ലോ, സൂഫിയുടെ അല്ലേ? സൂഫിയുടെ അല്ലേ? സൂഫിം അത് സൂഫിന് എഴുതിയാടാ. സൂഫിന്റെ എഴുതിയാണ്. സോറി, മൈ ബാഡ്. കൗസറും മഞ്ഞലും ആണല്ലേ? കാണാൻ പോയാലില്ല. നമ്മള് കോട്ടയക്ക് തന്നെ വരണം. അപ്പൊ കോട്ടയക്കാരുടെ മെയിൻ ആണ് ഷാമില്. അപ്പൊ അതിനെ പറ്റി എന്താ എനിക്ക് പറയാനുള്ളത്? അല്ല അങ്ങനല്ല, കോട്ടക്കല് വന്നാ എന്നെ വിളിച്ചാൽ എന്തെങ്കിലും നടക്കോ? കോട്ടക്ക് വന്നാ എന്തും നടക്കും, ഉറപ്പാണ്. നിങ്ങളിപ്പോ വളാഞ്ചേരിൽ നിക്കണ്, ഇവിടുന്ന് പാണ്ട് പോണെന്നുണ്ടെങ്കിൽ മോനെ മനസ്സിലാക്കിക്കൂടെ? അത്രേ ഉള്ളൂ. അപ്പൊ കോട്ടക്കലാണ് മെച്ചം. കോട്ടക്കലാണ് ഈ ഫുഡിന്റെ കാര്യത്തിൽ മെച്ചം. ഓക്കെ, ഞാൻ അടുത്ത ആളിലോട്ട് പോട്ടെ. അടുത്താക്ക് കൊടുക്കും. ഇത് ചേർലാലാണ് ഡി സിനാൻ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. സിനാനിലേക്ക് തിരിച്ചു വരാം. കൊടുക്ക്. ചോദിക്കല്ല, ഏത് മന്തി ഇഷ്ടം ഏറ്റവും കൂടുതൽ? ഞങ്ങൾ അൽഡ്രീം മസാല മന്തി ഫാൻസാണ്. അൽഡ്രീമിലെ മസാല മന്തി ഇഷ്ടം. മൈക്ക് അടുത്ത് കുടിച്ചാൽ എല്ലാം കേക്കായിരുന്നു. അൽഡ്രീമിലെ മസാല മന്തി ഫാൻസാണ് ഞങ്ങൾ.
പിന്നെ പിന്നെ അവിടുത്തെ മസാല പറഞ്ഞാൽ വളരെ ജ്യൂസി. മഞ്ഞൾ നൈസ് അല്ല പക്ഷെ. ആ മഞ്ഞൾ സർവീസ് നല്ല സർവീസ് ആയിരുന്നു. ഞങ്ങളെ ചെക്കൻ പോയി. ഓക്കെ ഇപ്പോ ഏതൊരു അണ്ടി ചെക്കന്മാര് അങ്ങനെ പറയരുത്. ഒന്നുകൂടി. എന്റെ ഏറ്റവും ഫേവറേറ്റ് മന്തി ഏതാ? മസാല മന്തി. മസാല മന്തി എവിടത്തെ? അത് അൽഡ്രീം. അൽഡ്രീമത്തെ മസാല മന്തിയാണ് ഫേവറേറ്റ്. വേറെ ഏത് മന്തിയാ? ഓൾ ടോട്ടൽ കേരളത്തിൽ നിന്ന് കഴിച്ച മന്തിയിൽ ഏറ്റവും ഇഷ്ടം ഏതാ? ഏറ്റവും ഇഷ്ടമായത് ഒരു മിനിറ്റ്. കുബാബ. ഓക്കെ, താങ്ക് യു. വാ. ഓക്കെ, എന്തോ പരിപാടി ഒപ്പിച്ചിക്കണ്. What do you do for living? വരി. What do you do for living? ബോംബ് വെക്കലാണല്ലോ. What do you do for living? ആ ബോംബ് ചീറ്റി അവിടെ ബോംബ്. എടാ ഭാഷ 2 ഫോൺ ഒരുമിച്ച് ചോദിക്കും what do you do for living? വരി. നിങ്ങക്ക് കണ്ടിന്യൂ കേട്ടോ. പിടിച്ചെടുക്കും. എന്താപ്പത്തെ പ്രശ്നം എന്താ ഇഷ്യൂ എന്താ? അത് അതിനെ തട്ടല്ലേ. സൗണ്ടി പറയും. ഒരു 14 Pro ഫോൺ Max കാണാതെ പോയി. ഒരു 14 Pro Max ഞാൻ ഒരു ക്ലൂ തരട്ടെ. പൊക്കി എന്റെ പച്ച കേസുള്ള 14 Pro Max കാണാണ്ടായി. ഞാൻ അപ്പൊ വന്നിട്ടുള്ളൂ, ഞാൻ കണ്ടില്ല. മൂസിനെ അവിടെ നിന്ന് കഥ പറഞ്ഞിരുന്നത് കോനല്ല സംശയം. ഒരു മിനിറ്റ്. ഞാൻ പറയാണെങ്കിൽ ഒരു ക്ലൂ തരാം. കള്ളൻ കപ്പലിൽ തന്നെ. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇവിടെ സാധനം ഉണ്ടെന്ന് അറിയാം. ക്ലാസ് സാധനം എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ പറയില്ല. സത്യം പറഞ്ഞോ? സാധിന് കള്ളലക്ഷണം ഉണ്ടെങ്കിൽ ഓനല്ല കൊണ്ടേക്കണേ. എനിക്ക് അതിനെ പറ്റി അറിയൂല. ഞാനല്ലേ അല്ല, അടച്ചോനാണ് ഞാനല്ല. I just came. അവന്റെ പോക്കറ്റ് You came? No. Hi. I just came. I just came. Continue. Arrived. ആളെ ഫോൺ ഫോണ് കാണാനില്ല, നേരത്തെ പറഞ്ഞാണ്. ഞാൻ പറയണെങ്കി ഫോണ് എന്തായാലും കത്തിക്കാൻ പോണ ഫോണ് കൊടുക്കേ. അനല്ലേ ഉറപ്പാ? ആരൊക്കെ സംശയം ഉണ്ട് പറയും. ഇവനൊക്കെ സംശയമുണ്ട്. ഞാൻ അടുത്തിട്ട് എനിക്കെന്തിനാ എന്റെ ഫോൺ? ഇന്ത്യയിലെ ഒരു സംശയം. മുഫീദ സംശയമുണ്ട്. തഫ്സീർ നല്ല എന്ത് തന്നെ നീ ഇതിന്റെ പോണാ? ഞാനൊരു കള്ളനല്ല. അപ്പൊ മൂസിയാണ് കള്ളന്റെ ലക്ഷണം. ഇതാ ഭാഷ വായോ ടെമ്പററി ആയിട്ട് വ്ളോഗ് കട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ ടെമ്പററി ആയിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഓക്കെ, റെഡി. നമ്മളെ ചെക്കന്മാരോട് ഇരിക്കണ്ട, നമ്മള് എടുത്ത് പോയേക്കാം. നമ്മളെ അജ്മൽ. ഹലോ പറയൂ, എന്താണ് സിബിലുവിന് എന്താ പറയാളേ? ഒരാളെന്ന് വെച്ചാല് നമ്മള് മന്തിയൊക്കെ പോകണം നല്ലൊരു തീരുമാനമാണ്. അപ്പോ എല്ലാരും ഉണ്ട് നമ്മളെ മന്തിയൊക്കാന്. അജ്മൽ എന്താ പറയാ? ഇതാണ് അഫീഫ എന്താ പറയല്ലേ? അഫീഫ ചുണ്ട് അടച്ചു പിടിക്കും. അഫീഫ എപ്പോഴും ചുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് നടക്കാം. എന്ത് വെച്ചാലും പിള്ളേരെ അത്ര പോരാ, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോട്ടെ. മന്തിയുടെ മെയിൻ എന്നുള്ള രീതിയിൽ മിസ്റ്റർ ഷിബിലുവിന് എന്താ പറയാനുള്ളത്? മന്തിയുടെ മെയിൻ നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് മൻഹല് പോകാനാണ്. മൻഹലത്തെ ഫ്ലേവർ വെച്ചാൽ കുറച്ചുകൂടെ സ്മോക്കി ഫ്ലേവർ ആണ്. സ്മോക്കിയോ? ഓക്കെ, ചെറിയൊരു സ്മോക്കി ഫ്ലേവർ കിട്ടും, അല്ലാണ്ട് വേറൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലേവർ ഒന്നും ഇല്ല. പക്കാ ഒരു ഒതന്റിക് ഫീൽ ആണ്. പിന്നെ നമ്മൾ മൻഹല് പോണതിന്റെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ കുറച്ച് പ്രൈവസിയിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. നമുക്കായിട്ട് വേറെ തന്നെ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ബുക്ക് ചെയ്യും. അപ്പൊ നമുക്കായിട്ട് വേറെ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ മൈക്കിന് ഇനി അഫ്ലേക്ക് കൊടുക്കാം. അടുത്ത് വെച്ച് പറയടി പെണ്ണെ. കാർത്തികും ഷിബിലും നല്ല ഇംഗ്ലീഷ് പറയും. ഷിബിലും കാർത്തികോ നല്ല ഇംഗ്ലീഷ് പറയും. ഇംഗ്ലീഷ് സംസാരിക്കണേക്കാൾ കൊടുക്ക്. ഒരു മൈക്ക് കൊടുക്കും.
Yeah, bro. How are you? Fine. Yeah. We going Manhal. Yeah, this is not working. Yeah, this is not working. This is not working. Yeah, this is working. This is not This is working. working, Hi, man. bro. Hi, bro. Yeah. I will decrease you in Manhal. No, I want to increase in MSKVM college. Yeah, I decrease you in Manhal. മൈനസ് കുട്ടേട്ടൻ. Next. അപ്പൊ കുട്ടേട്ടന്റെ അടുത്ത് നമ്മളെ പ്രിയ പുത്രൻ KVMന്റെ ഓമന കുട്ടേട്ടൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫേവറേറ്റ് സെക്യൂരിറ്റി ഗാർഡാണ്. അപ്പൊ കുട്ടേട്ടൻ എന്താ പറയാനുള്ളത്? എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? എന്തെങ്കിലുമൊക്കെ പറയൂ. ഈ നിമിഷത്തിൽ പറയാനുള്ളത് എനിക്ക് വെച്ചാല് നമ്മളെല്ലാരും ക്ലാസ് കയറി ക്ലാസ് ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാം. ഞങ്ങൾ ക്ലാസ് ഇല്ല. എന്താ അപ്പൊ 2 മന്തി ഞങ്ങൾ ഇപ്പൊ അടുത്ത് പോവും. ഞങ്ങള് ഇപ്പൊ കോളേജിന് ഇറങ്ങുകയാണ്. അപ്പൊ എന്താ പറയുന്നത് കോളേജ് ഇറങ്ങുന്നതിനെ കുറിച്ചിട്ട് ഞങ്ങളുടെ ഒരു ഇംപ്രഷൻ എന്താ? ഞങ്ങൾ എങ്ങനെയായിരുന്നു ഇറങ്ങാന്നുണ്ട് നല്ലൊരു സങ്കടമൊക്കെ ഉണ്ട്. സങ്കടം ഉണ്ടല്ലേ? എന്റെ മക്കളെ പോലെ ഞാൻ കണ്ടിരുന്നത്. ഇവന് നല്ല പ്രായമുണ്ട്, മോനെ പോലെ കാണരുത്. പോയി വരുമ്പോ 2 മന്തി കണ്ടിട്ടോ. പോയി വരുമ്പോ 2 മന്തി. കുട്ടേട്ടന് മന്തി മേടിച്ച് തന്നിരിക്കും. ഇത് ഞങ്ങളെ വ്ളോഗാണ്, യൂട്യൂബിൽ വരും. യൂട്യൂബിൽ നിന്ന് കുറെ പൈസ കിട്ടും. ഇല്ല ഞങ്ങള് അടുത്ത് വെച്ച് പറഞ്ഞോളി. അടുത്ത് വെച്ച് പറഞ്ഞോളി. യൂട്യൂബിലുള്ളവരോട് എന്താ പറയാനുള്ളത്? യൂട്യൂബിലുള്ളൊരു നല്ല വീഡിയോകൾ എടുത്തിട്ട് നിങ്ങൾ അതിൽ വിജയിച്ചിട്ട് നിങ്ങൾ നല്ല പൈസ ഉണ്ടാക്കാം. അത്രേ ഉള്ളൂ. ഞങ്ങളൊക്കെ കാണാൻ വരിക. ഞങ്ങളൊക്കെ കാണാൻ വരിക. വേറെ ഉറപ്പായിട്ട് വരും. അപ്പൊ സെറ്റ്. നീ മൂപ്പരുടെ അടുത്ത് കൂടി പോയോക്കട്ടെ. എന്തിനാണ് ഇങ്ങനെ ചൂടായി നടക്കണേ? എന്ത് ചൂടാവണി? ഇത് ഇല്ല, നിങ്ങള് തെറ്റിപ്പോവല്ലേ? ഞാൻ ഇന്നലെ വിട്ടാളി. മൂപ്പരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അത് അടുപ്പിച്ച് വെച്ചാ നമ്മള് ഇനി അടുത്ത് പോകാനുള്ളത് ഇച്ചനെ. നമ്മള് ഇതുവരെ ഇച്ചണ ഇവിടെ ഇല്ല. കൊറേ എണ്ണം മറ്റേ വേസ്റ്റുകളെ പോലെ അവിടെ ഇരിക്കുന്നുണ്ട്. എന്താ ബോംബ് കയറി സേവാ ബോംബൊക്കെ 1-2 വട്ടം ഇട്ടു. പറയാനുള്ളത് ഒന്നും പറയാനില്ല. ഒന്നും പറയാലോ. എന്തെങ്കിലുമൊക്കെ പറയും സേവ. അടുത്തതാരാ? ഫോൺ പോയ വിഷമത്തിൽ ഇരിക്കുന്ന റിസ്ന ഫോണ് കിട്ടിയോ? വിഷമത്തിലാണോ? ഫോൺ ഇതുവരെ കിട്ടിയില്ല. അപ്പൊ അടുത്തതായി ഫോൺ വിഷമത്തിരിക്കാൻ ഫിദയുടെ ഫോൺ വഹിക്കണ്. പിന്നെ ആരാ? ബർസാന മോള്. ആറ്റിറ്റ്യൂഡ് ബർസാനക്ക് ഭയങ്കര വിഷമായിരുന്നു. ആറ്റിറ്റ്യൂഡ് ബർസാന ഈ നിമിഷത്തിൽ ബർസാനക്ക് പറയാനുള്ളത്? Come on, Barsu. You can tell anything. I don't know. Shanza is my best friend. She is very good. And she is awesome. She is Dundu. She is super. She is fantastic. Dundu? What Dundu? Sasa Dundu. That's why I say Dundu. Very aesthetic. Anything else? Shanza നെ പറ്റി എന്താ പറയണ്ടേ? Shanza is very good. നിങ്ങള് ആണ്ടും കേട്ടും മെച്ചം പറയാതെ വേറെന്തേ പറയും? ഷെൻസിനെ പറ്റിട്ടാ? ഷെൻസിനെ പറ്റിയല്ല, എനിക്ക് എന്തും പറയാ. മന്തി തിന്നാൻ പോണേ. ഏതാ എന്റെ ഫേവറേറ്റ് മന്തി? ഏതാ പെരിപിരി? ഫേവറേറ്റ് മന്തി പെരിപെരിയോ? എവിടത്തെ മന്തിയാണ്? ഏത് മന്തിയാണ്? കഴിച്ചാലും മൻഹലാണ്. ഇതില് പറയ്. മൻഹലീത്തെ പെരിപെരി. മനയിലത്തെ പെരിപെരിയാണ്. ചില സമയം. ഓക്കെ. പിന്നെ റീസെന്റ് ആയിട്ടാണ് കഴിച്ചത് നെഹദീനാണ്. നെഹദീത്തെ മന്തി ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. അത് നമുക്ക് ഷാമിലിനോട് ചോദിച്ചറിയുന്നതാവും ബെറ്റർ. പക്ഷെ അവിടെ ഇപ്പൊ കൊറേ ഇൻഫ്രാസ്ട്രക്ചർ വന്നോളൂ പെണ്ണുങ്ങൾക്ക് വേണ്ടിട്ട്. അതുകൊണ്ട് അതിൽ ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ. അപ്പൊ ശരി, താങ്ക് യു. ഈ ആറ്റിറ്റ്യൂഡിന്റെ രഹസ്യം എന്താണ്? അത് റിബാഷിന് ഒറ്റക്കായിട്ട് പറയുന്നത്. നമുക്ക് രണ്ടാക്കും അറിയണ കാര്യമാണ്. എന്നാലും ഞാൻ വെറുതെ ചോദിക്കാം, നമ്മുടെ വ്ളോഗിലുള്ള ആൾക്കാർക്ക് അറിയാൻ വേണ്ടിട്ട്. അങ്ങനെ പറഞ്ഞെടുക്കാൻ പറ്റൂല. സീക്രട്ട് ആണ്. വരുന്ന കാര്യം. താങ്ക് യു. സോറി ഫോർ സ്റ്റോർ ഗേൾസ്. നമ്മളെ സ്റ്റോർ ഗേൾസിനെ പറ്റി എന്താ അഭിപ്രായം? നല്ല കുട്ടികളാണ്. അതെന്താ വെച്ചാൽ അങ്ങനെ വേറിട്ട് കണ്ട് നല്ല കുട്ടികളാന്ന് പറഞ്ഞു. നല്ല കുട്ടികളാണ്. ഇത് നല്ലതല്ല. ഓക്കെ. സ്റ്റോർ ഗേൾസിനെ കൊണ്ടാണ് നമ്മുടെ ക്ലാസ്സിൽ ഉപകാരം എന്ന് പറയാനുള്ളത്. എപ്പോ വെള്ളം ചോദിച്ചാ വെള്ളം കിട്ടും, പെന്ന് ചോദിച്ചാ പെന്ന്, ബുക്ക് ചോദിച്ചാ ബുക്ക് കിട്ടും. സ്റ്റോർ ഗേൾസ് എന്താ സംഭവം? സ്റ്റോർ ഗേൾസ് ടിഷ്യൂ ആണെങ്കിൽ ടിഷ്യൂ ഉണ്ടാവൂലേ? എല്ലാം ഉണ്ടാവൂലേ? എനിക്കിപ്പോ വേണ്ട. വേണം ടിഷ്യൂ. കൊണ്ടാ ഒരു ടിഷ്യൂ ഉണ്ടാ.
മേലെ ഈ വീഡിയോയിൽ വന്നു വരുത് കേട്ടാ. ഞങ്ങൾ സ്റ്റോറിൽ ഇതൊക്കെയുള്ളത്. അഞ്ചു പറയും സ്റ്റോർ ഗേൾസിനെ പറ്റി. എന്താ ഒന്ന് വെളുത്തോ? എന്തോ തേച്ചോ? എന്താ തേച്ചി? ലിപ്സ്റ്റിക് ഇട്ടാ വെളുക്കോ? അത് പുതിയ അറിവാട്ടോ. വെളുക്കോ? ഓക്കെ, താങ്ക് യു. സോറി കാർത്തിക്, വി ഹാവ് ടു മൂവ് ഓൺ. സ്റ്റോർ ഗേൾസിൽ എത്ര ആളുണ്ട്? നിങ്ങളെ വീഡിയോ കാണിച്ചാൽ ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ല. ജൂണ്ട് അജ് സ്റ്റോറിലുള്ളല്ല. ഇജ്ജ് പറയും. ബാക്കിയുള്ളവരെന്താ വരാത്ത? എന്താ വരാത്ത? അറിയില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വേണം. അല്ലേ നായന? ഇജ്ജ് മാറിക്ക, എന്നെ ഒഴിവാക്കിയല്ലേ? ഇപ്പൊ പോകും. വിശക്കുണ്ടല്ലേ? 12 മണി ആയിട്ടുള്ളൂ. 12 മണി എന്റെ ക്ലോക്ക്. ഇപ്പൊ നിങ്ങള് ശ്രദ്ധിച്ചു കാണും, സ്റ്റോർ ഗേൾസ് ഒരാളെ ഉള്ളൂ, പക്ഷെ ഇവര് തിരിഞ്ഞു നിന്നാണ്. എന്താ പറയാനുള്ളത്? ഞാൻ പറയുകയാണെങ്കിൽ എന്റെ വോയിസ് ഞാൻ ഉൾപ്പെടെ എന്തോ ഇഷ്ടായെന്ന് പറഞ്ഞല്ലോ. സിയോണയുടെ മറ്റേ ഹറാത്തിലിട്ട ഫോട്ടോ നൈസായിരുന്നു. നവാസും മുളും കൂടിയും പൈസ കൊടുത്ത് ചെയ്യിച്ചാണ്. അല്ലല്ലേ? ആത്മാർത്ഥമായി സ്വന്തമായിട്ട് പറയണേ. ഉള്ളിന്ന് വന്നു. ഞാൻ അതല്ല പറഞ്ഞേ. നല്ല ഫ്രണ്ട്സും ഉണ്ട് അന്റെ സൗണ്ട് കേട്ടിട്ട്. സൗണ്ട് നമ്മളെ ക്ലാസ്സിലെ പലരും കേട്ടിട്ടുണ്ടാവില്ല. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? സംസാരിക്കാത്തോണ്ടാവും കേക്കാത്ത. എനിക്കൊന്നിന്റെ ആവശ്യമില്ലായിരുന്നു, ഉണ്ടായിരുന്നാ മതി. മനസ്സിലായില്ല. പോടത് സംസാരിച്ച ചിലപ്പോ ആൾക്കാർ വെറുത്തു പോകും. ഒരിക്കലും അല്ല. അതുകൊണ്ടാവും. അങ്ങനെയൊന്നുമില്ല, അത് എന്റെ തെറ്റിദ്ധാരണ മാത്രമാണ്. സംസാരിക്കാലോ? കാർത്തികിനോട് ഹലോ പറയും. ഹലോ. ഓക്കെ, ബായ്. മന്തി എന്നാ വരുന്നില്ലേ? പിന്നെ മന്തി ഏതാ ഫേവറേറ്റ്? മന്തി ഏതാ? അങ്ങനൊന്നുമില്ല, കിട്ടിയൊക്കെ തിന്നും. ഫുഡിയാണോ? ഫുഡിയാണ്. ഫേവറേറ്റ് ഫുഡ് എന്താ? ബിരിയാണിയാണ് ഫേവറേറ്റ്. ഇന്ന് ബിരിയാണി കിട്ടാത്ത വിഷമില്ലല്ലോ? ഇല്ല, എന്ത് കിട്ടിയാലും തിന്നും. താങ്ക് യു. ഷവായ മന്തി മഞ്ഞളത്തെ പെരി പെരിയാണ് ഫേവറേറ്റ് എന്നാണ് പലരും പറഞ്ഞത്. പെരി പെരി എന്ന് പറഞ്ഞപ്പോ വായിന്ന് വെള്ളമൊക്കെ വരും. കണ്ണൂരിൽ നിന്നൊക്കെ വെള്ളം ഒലിച്ചു വരുന്നതാ. എന്ത് ചിരിക്കണേ? ഓ, ക്യാമറ കണ്ടപ്പോ സ്റ്റാൻഡേർഡ് ആയി. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തോ? അറിയോ സബ്സ്ക്രൈബർ? സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തോ? കമന്റ് ചെയ്യണം. എന്താ കമന്റ് ചെയ്യണ്ടേ? ഇന്നലെ കമന്റ് ചെയ്തില്ലല്ലോ. ബെല്ലൈക്കൺ അമർത്തുക. ബെല്ലൈക്കൺ കിണിങ്ങിണി അടിക്കണം. ഇത് നമ്മളെ മെയിൻ വ്യൂവർ ആണ് കേട്ടോ. കോട്ടയ്ക്ക്. എന്റെ സ്ഥലം കോട്ടയ്ക്കല്ല, ഇന്ത്യനൂരാണ്. കോട്ടയ്ക്കൽ ഇന്ത്യനൂർ. ഓക്കെ. മെയിൻ സ്റ്റോർ ഗേൾസിലെ ഇനിയുണ്ട്. തിരിഞ്ഞുകിടി. സ്റ്റോർ ഗേൾസിന്റെ മെയിൻ എന്ന് പറഞ്ഞാല് ഷൈ ആണ്. അതുകൊണ്ടാണ് അങ്ങനെ. ഇവിടെ കല്യാണം കഴിഞ്ഞാണ്, അതുകൊണ്ടാണ് എനിക്ക് എന്തും പറയാം. മന്തി കഴിക്കാൻ വരുന്നുണ്ടോ? ഏതാ ഫേവറേറ്റ് മന്തി? അങ്ങനൊന്നുമില്ല. സ്റ്റോർ ഗേൾസിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും ഇല്ല എന്നുള്ള പറച്ചിലാണ് അല്ലേ? ഈ സ്റ്റോർ ഗേൾസിലുള്ളല്ലേ? ആരാ പേരിട്ട്? പേരിട്ട ആള് വന്നിട്ടില്ല അല്ലേ? ഇങ്ങോട്ട് വാ. ഇത് മൂലക്കെന്ന് പറയല്ലേ? ഇങ്ങോട്ട് വാ, പറയും. ആരാ പേരിട്ട? ആരാ പറയും? പറഞ്ഞാള. എന്റെ ഫേവറേറ്റ് മന്തി അതാ പറയും. മടിയാണ്, അതുകൊണ്ട് ഒഴിവാക്കി. കല്യാണം കഴിഞ്ഞ ലൈഫ് പറയാൻ പറ്റൂല. മാരീഡ് ലൈഫ് പറയാൻ പറ്റൂല. അതൊന്നും കേട്ടിട്ടില്ല. ഇത് ചോദിക്കും, എന്നിട്ട് പറയാൻ പറയും. ഒന്നുകൂടി വരട്ടാ. കല്യാണം കഴിഞ്ഞ ലൈഫ് അടിപൊളിയായിട്ട് പോകണം. അടിപൊളിയല്ലേ? എന്റെ കല്യാണം കഴിഞ്ഞോ? ഇപ്പോഴാണ് അറിയുന്നത്. കണ്ടാ പറയില്ല. കല്യാണത്തിന് എന്താ വിളിക്കാഞ്ഞ്? വിളിച്ചിരുന്നോ? എന്റെ ഞാൻ കാണാത്തോണ്ടാവും. ഇജ്ജ് കാണാത്തോണ്ടാ? സോഷ്യൽ മീഡിയയിൽ ഒരു ആക്റ്റീവ് ഇല്ല. വ്ലോഗ് എടുക്കണോനെ കാണിക്കണോ? ഇന്നെ കാണിക്കണ്ട. സോഷ്യൽ മീഡിയ തീരെ ആക്റ്റീവ് ഇല്ല. ഞാനേ അങ്ങനെ ഒരു മനുഷ്യനാണ്. എന്താ അങ്ങനെ? അതെന്താ വെച്ചാല് വെറുതെ അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നി. ആക്റ്റീവ് ആവണം. ഇന്നലെ പെണ്ണിട്ടുള്ളൂ അല്ലേ? നമ്മളിപ്പോ പഴഞ്ചകാലം, നമ്മള് ന്യൂജനല്ലടാ അല്ലേ? എനിക്ക് അല്ലേ? എനിക്ക് പെണ്ണ് വേണ്ട. പെണ്ണില്ലാതെ ജീവിക്കാൻ. പെണ്ണില്ലാതെ ജീവിക്കാൻ പറ്റൂ. പക്ഷെ എനിക്ക് ചിലപ്പോ കെട്ടേണ്ടി വരും. വേണ്ടട്ടോ. ഇത് എത്ര രൂപയുടെ മൈക്കിന്? മൈക്കൊക്കെ പൈസ കൊടുത്ത് ഇറക്കിയാണ്. പറഞ്ഞോളൂ. റിബാഷ് ഒരു ബൈസെക്ഷൽ ആണ് ഗൈസ്. ബൈസെക്ഷൽ ഒന്നല്ല, ആണ് ഗൈസ്. അതായത് ഗേൾ ആയാലും ബോയ് ആയാലും ഒന്നും ഞാൻ ഇടില്ല. ആർക്ക് ഇഷ്ടാണെങ്കിലും അപ്രോച്ച് ചെയ്തൊരു കാര്യമില്ല. ഞാൻ കമ്മിറ്റഡ് ആണ്.
കിച്ചന്റെ അടുത്ത് പോവാം. അവിടെ വേറെ ആളുണ്ടോ? അവിടെ വേറെ ആളുണ്ടാവും. ഇവനേതാ ഇടയ്ക്കിടയ്ക്ക് കയറി വരില്ലേ? സിബിൽ മാട്ട സിബിൽ ചീത്ത പറയും. ആശിമ സിബിൽ എങ്ങനെ ഉണ്ടോ നിക്കൂ? ഏത് മന്തിയാ ഫേവറേറ്റ്? എനിക്ക് മന്തി നൈദീത്തെ മന്തി തന്നെയാണ്. നൈദീത്തെ മന്തി ഇഷ്ടം? അതിനപ്പുറം ഞാൻ പോവില്ല. ആശിമ ഏത് മന്തി ഫേവറേറ്റ്? നൈദി അല്ലാതെ ഏതെങ്കിലും മൻഹലിത്തെ ഫേവറേറ്റ് മന്തി ഏതാ? അതിലേതാ ഏറ്റവും ഫേവറേറ്റ്? അൽറിമത്തെ നോർമൽ മന്തി. മഞ്ഞളിന്റെ ഏതാ? മഞ്ഞൾ നിന്നാണോ? മഞ്ഞല് പെരി പെരി പെരി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മൻഹലത്തെ പെരി പെരിയാണ് ഇഷ്ടം. ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. ഹസീബ്, എന്താണ് ഏത് ഫേവറേറ്റ് മന്തി ഏതാ? ഞാൻ സജസ്റ്റ് ചെയ്യണ മറ്റേ നെഹദി കുഴപ്പമില്ല. നെഹദി അല്ല, നെഹദീത്തെ ഏത് മന്തി ഇഷ്ടം? നെഹദി ഹണി. മഞ്ഞളത്തെ ഏതാ വണ്ടി? മഞ്ഞള് കഴിച്ചണോ? മഞ്ഞള് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് ഫസ്റ്റ് ടൈം ആണ്. എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡാ. AP ഏത് മന്തിയാ ഇന്ന് ഓർഡർ ചെയ്യണേ? ഇന്ന് നമ്മളേതാണ്? നമ്മൾ ഹണി വേണ്ട. ഏതാണ് വേണ്ടി? മാറ്റിടി എന്നും ഹണി. വേറെ ഡെയിലി ഹണി തിന്നാൻ പാടില്ല അല്ലേ? മടുത്തല്ലേ നിങ്ങക്ക്? അത് പിന്നെ ഡെയിലി മന്തി തിന്നാൻ മടുക്കാതെ നമ്മള് മട്ടൺ പൊളിക്കും. ബീഫ് ആക്കാം. ബീഫ് അല്ലെ മട്ടൺ? ബീഫ് അല്ലെങ്കിൽ മട്ടൻ? മട്ടൺ ആയിരിക്കും നല്ലല്ലേ? മട്ടൻ രസം ഉണ്ടാവും. എന്തായാലും നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം. നമുക്ക് എന്ത് ട്രൈ ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് ആൾക്ക് പോവാം. ഓക്കെ. ഉണ്ടോ നമ്മളെ? ഇല്ല, നമുക്ക് ഇനി പോകുമ്പോ കാണാന്നാണ് എനിക്ക് തോന്നുന്നത്. കപ്പിൾസിന്റെ അടുത്തൊക്കെ നമ്മൾ പോയി ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അങ്ങനെ വന്ന പ്രശ്നമുണ്ടോ? നമുക്ക് പ്രശ്നമുണ്ട് പോകുമ്പോ ബാക്കി നമുക്ക് അപ്പൊ നമ്മളെ വിഷമുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഫോൺ കിട്ടിയോ? എന്താ ഇവിടെ വിഷമം? എന്താ വിഷമം? ഫോൺ കിട്ടിയില്ല. രണ്ടാളി ഫോൺ കിട്ടിയില്ല അല്ലേ? ഞാൻ പറഞ്ഞു, ക്ലൂ പറഞ്ഞെടുത്തു. കള്ളൻ കപ്പലിൽ തന്നെ. ഓ അടിപൊളി ക്ലൂ. മറ്റേ പറഞ്ഞില്ലേ? മറ്റേ ഹിന്റ് മാത്രമേ തരുള്ളൂ. എന്താണ് ഫസ്റ്റ് ലെറ്റർ പറയും. ഫസ്റ്റ് ലെറ്ററോ? എം ഉണ്ട്. പിന്നെ 2 M ആണ് മുഹമ്മദാ? അത് പറയില്ല. ഫോൺ ആദ്യമായിട്ടല്ലേ കാണാതാവണേ? ഫോൺ ആദ്യമായിട്ടല്ല കാണാതാണ്. ഷർട്ടൊക്കെ മാറ്റി വന്ന ഒരാളോ ഷാമില് ഷർട്ടൊക്കെ മാറ്റി വന്നിട്ടോ മന്തിക്ക്? അത് യൂണിഫോമിൽ നിന്ന് വന്നത്, അതുകൊണ്ടാണ്. അനക്ക് ഏത് ഫേവറേറ്റ് മന്തി? എനിക്ക് ഡിപെൻഡ്സ് ഓൺ ദി ഷോപ്പ്. മഞ്ഞലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ബീഫ് മന്തി. ഞാനും എല്ലാരും പാടെ ഇതാവുമ്പോ ബീഫ് ആക്കണോ? അങ്ങനെ നമുക്ക് ചിക്കൻ നോക്കാം. പെരിപെരിയാണ് ബെസ്റ്റ് എന്നാ പറഞ്ഞത്. ഓക്കെ. ഫോൺ എന്തായാലും തിരിച്ചെത്തിയിരിക്കും. ഫോണിലാണ് പൈസ ഉള്ളത്. ഫോൺ തന്നില്ല, നിങ്ങള് പൈസ കൊടുക്കും. മന്തി ഒന്നുമില്ല, അതന്നെ. അല്ല, നിങ്ങള് പൈസ കൊടുക്കേണ്ടി വരും. ഞാൻ മന്തി കഴിക്കും. ഇതിന്റെ അൽവാശിയാണ്. അൽവാശി അല്ല, അൽവാശി. കുറച്ച് വാശിയുള്ള കണ്ടില്ല? അത് തൂണിലൊക്കെ പിടിച്ചിരിക്കണ കണ്ടില്ലേ? ഞാൻ പൈസ കൊടുക്കൂല. പിന്നെ ജിന്റെ അൽവാസി അല്ലേ? കാര്യം എന്തൊരു എക്സൈറ്റ്മെന്റ്, ഒന്നും കൊടുക്കൂല. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ബൈ ബൈ. എന്താ നിങ്ങളെ പ്രശ്നം? എന്താ? ചതിച്ചു. അഫീഫാനെ ചതിച്ചോ? വണ്ടി കയറ്റിയില്ല? ഇവളിനോട് പറഞ്ഞത് ഷിബിലുവിന്റെ കാറിൽ ഞാൻ കേറാ, ഇങ്ങള് മറ്റേല് കേറിക്കോളിയും പറഞ്ഞു. പോയ ആളുണ്ട് അതേപോലെ ഇങ്ങോട്ട് വരുന്നേ. നമ്മളിപ്പോ പോവാൻ റെഡിയല്ലേ? നിങ്ങൾ റെഡിയാണോ? പക്ഷെ വണ്ടി ഇല്ല. ഹലോ ഗായ്സ്, ഇപ്പൊ നമ്മള് മന്തി എന്നാ പോവാണ്. പക്ഷെ ഡ്രൈവർമാര് വണ്ടി എടുത്തിക്കാണ്ട് ഡ്രൈവർമാരൊക്കെ എങ്ങോട്ടോ പോയിക്കണ്. വണ്ടിയൊക്കെ ഇവിടെ അവിടെ ഇവിടെ ജനങ്ങളാണ് ഇവിടെ വെയിലത്ത് ഒരുക്കണ്. ഞാനൊക്കെ നേല് മരക്കേക്കണു. അല്ലേലും നേലല്ല. ഇന്ത്യക്ക് എനിക്കൊന്നും പറയാം. നേല് മരക്കേക്കണു. അപ്പൊ എല്ലാരും സഹകരിക്ക. ഓക്കെ. അധികം ഓവർ വർത്താനം പറയാൻ അറിയില്ലല്ലേ? മന്തി കഴിക്കാൻ പോയാ അവിടെ മൻഹലിക്കല്ലേ നമ്മള് പോകണം. അവിടുന്ന് കാണട്ടോ. ഇജ്ജ് മന്തിക്ക് മേടിച്ചു തരാറിഞ്ഞു. ട്രൂ ആണോ അത്? ഉറപ്പാണോ? യൂട്യൂബിലാണ് കേട്ടോ. ഇത് കുറച്ചു കാലം കഴിഞ്ഞാൽ കാണാം. കുറച്ചു കാലം കഴിഞ്ഞാല് യൂട്യൂബിൽ നോക്കിയാൽ കാണാം. ഒന്നും പറയാനില്ല. ഇജ്ജ് വേണ്ട, എന്റെ വ്ളോഗിങ് ശരിയല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്റെ വ്ളോഗിങ്. ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്. അല്ലേ? സീൻ തന്നെ. ഓക്കെ. പോയി വണ്ടി കയറണം പ്ലീസ്. വണ്ടി ഏതാന്ന് പറഞ്ഞുതരോ? ഏതിലും കയറി. ഈ കാണുന്നൊക്കെ നമ്മളെ വണ്ടിയാ. ക്രെറ്റ, പിന്നെ ബലേനോ, എറ്റിയോസ് ഉണ്ട്. എന്താ അങ്കെന്തേ ഇന്നെ പോപ്പിച്ചിട്ട് എന്തിനാ? എനിക്ക് വണ്ടി കയറണില്ലേ? ഞാന് വ്ളോഗ് എടുത്തിട്ട് കയറാ വിചാരിച്ചു. ബൈക്കിലല്ല. ഞാൻ ബൈക്കിൽ, നിങ്ങളൊക്കെ കാറിലും അല്ലേ? നല്ല പെണ്ണുങ്ങളാ നിങ്ങളൊക്കെ. ഇതെന്തിനാ പിടിക്കണേ? നിങ്ങളൊക്കെ എന്നാ പറഞ്ഞേ? അന്നെ കൂട്ടിട്ടിയാ. ഡെനിം ഫിറ്റിൽ വരാനുള്ള ഇൻസ്പിറേഷൻ എന്താ? ഇത് മാത്രമേ ഉള്ളൂ ഇടാൻ വേറൊന്നുമില്ല. ഞാനും അതെ. എനിക്കും ഇടാനൊന്നുമില്ല. അതുകൊണ്ട് പെണ്ണുങ്ങളാരാ പറഞ്ഞു കൊടുക്കട്ടെ. ഇന്റെ പറയിച്ചു ആരാ? ഇന്റെ പെണ്ണുങ്ങളാരാ? അൽവാശി. ഞങ്ങള് തമ്മിൽ
ഇതെന്താണ് ഒന്നും പറയാം എന്താണ് വണ്ടിയിലുണ്ട് വണ്ടി അയ്യ എന്തൊക്കെയാ പറയണ നിങ്ങള് വണ്ടി കുലുക്കണ ഇജാസ് വണ്ടി കയറി എന്താണ് ഇജാസ വണ്ടി എന്താ സംഭവം എന്താ അറിയില്ല എന്താ ഫിബ ഞാൻ വേഗം ഇറങ്ങി എന്താ ഇത് പിടിച്ചിങ്ങനെ കുലിക്കുക ഞാൻ ഇത് ഫാമിലി ഫ്രണ്ട്ലി ചാനലാണിത് നമ്മളൊന്നും അറിയില്ല. ഫാമിലി ഫ്രണ്ട്ലി ചാനലാണ് ഇത് അയ്യേ ഇപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഇത് വീഡിയോയിലുണ്ട് കറക്റ്റ്. പോയത് ഞാന് എല്ലാം ഞാൻ കാണാറില്ല. അവരുടെ പ്രൈവസി അവര് നോക്കിക്കോട്ടെ. ഓ ഇത് അങ്ങനത്തെ മനുഷ്യനാണല്ലോ അതാരാ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? കൊച്ചു പോയി വണ്ടി കയറാം ഓടാം. ഹലോ ഗായ്സ്, അപ്പോ നമ്മളിപ്പോ മന്തി കഴിക്കാൻ പോവാണ്. ഇത് നമ്മളെ ഡുണ്ടു അർച്ചന, സോറി ഇന്നലെ 2 ഉരുള നിലത്ത് എന്റെ വീഡിയോ വരുന്നതാണ്. ഇത് നീലോത്തിയേ അണ്ണാച്ചിയേ കറക്റ്റ് ദിലീപാണ് പറഞ്ഞത്. ദിലീപാണ്. ദിലീപിന് 2-3 വട്ടം പറഞ്ഞു. സിയോണ ജെയിൻ വൃത്തികെട്ട ഒരു മനുഷ്യനാണ്. നെസ്രാനാണ് പറഞ്ഞു, പക്ഷെ ഒരു തമിഴ് ലുക്ക് ഉണ്ട്, എന്താ അറിയില്ല. ഗേൾസ് എല്ലാരും ഫിറ്റ് ചെക്ക് എടുക്കട്ടെ. നിക്ക് ഫിറ്റ് ചെക്ക് റോൾ നമ്പർ 1 അങ്ങനെ എന്തോ പറയില്ല. എത്ര പേന? ഹൗ മച്ച് ഫോർ യു യു ഔട്ട്ഫിറ്റാ തന്നാളി. ഇംഗ്ലീഷ് അറിയില്ല തന്നാളി. ഞാൻ പറയട്ടെ. അമ്മി പറയട്ടാ, എല്ലാ വണ്ടിക്കും ഫാസ്റ്റ് ട്രാക്ക് ചെയ്യാണ്. ഫാസ്റ്റ് ട്രാക്ക് വണ്ടി നിങ്ങൾ എക്സൈറ്റഡ് ആണോ? റെഡി ആണോ? ബാക്കിയുള്ളവരൊന്നും വേണ്ടല്ലോ നിങ്ങക്ക് മന്തിന്ന് കേട്ടപ്പോ? അങ്ങനല്ല, നമുക്ക് എല്ലാരും വേണം, മന്തി വേണം. ഷിബിലു എന്തേ പറയ്? ഓക്കെ ജി പറയും. അപ്പൊ ഞങ്ങൾ എല്ലാരും പോവാണ്. ഇവരൊന്നും കൊണ്ടോണില്ല. ഇത് എന്റെ ടീമിനെ ഒറ്റയ്ക്ക് ഇട്ട് പോയി അവിടെ ഒരു അല്ല അവിടെ പറയണ്ട്, പിള്ളേര് പറയണ്ട്, അഫീബ പറയണ്ട് നിങ്ങൾ ചാമ്പി പോയി. അല്ല അഫി പറഞ്ഞത് ഞങ്ങൾ വണ്ടിയിൽ ഉണ്ടാവുന്നേ, പക്ഷെ വണ്ടി എടുത്തപ്പോ എല്ലാരും നമ്മളെല്ലാരും ഒരേപോലെ അല്ലേ? ഞാൻ സ്വന്തം കാര്യം സിന്ദാബാദ്. നമുക്ക് എല്ലാരും ഒരേപോലെ അല്ലേ? നമുക്ക് എങ്ങനെ ഒരാൾ ഇറങ്ങി എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇതാന്ന് പറഞ്ഞു, ഇതായതിന് പേടിയാണ് ഗൈസ്. താത്ത് പറഞ്ഞോ, നിങ്ങള് എക്സൈറ്റഡാ? വണ്ടി കയറാണ്ട് ഇരുന്നു AC ഉള്ളപ്പോ. അതെ, ഇത്ര ലേറ്റ് എന്താ വെച്ചാല് വണ്ടി മാത്രമേ ഉള്ളൂ, വണ്ടിന്റെ ഡ്രൈവേഴ്സ് ഇല്ല. ഞാൻ എനിക്ക് ഓടിക്കാം, പക്ഷെ വ്ളോഗാരെടുക്കും. അങ്ങനെ ഡ്രൈവിംഗ് അറിയാലോ. എന്താ എടുക്കാത്ത? വണ്ടി ഇന്ന് റെസ്റ്റ് ഡേ ആണോ? അതുകൊണ്ടാണല്ലേ. അപ്പൊ താങ്ക് യു വെരി മച്ച്. അപ്പൊ അവിടുന്ന് കാണാം. വണ്ടി കയറി ഇരുന്നാ പോരാ. കുട്ടൻ നഫീൽ കുട്ടൻ ഇതെന്താ ഇവിടെ? ഇത് പിടിക്ക്. മന്തി തിന്നാൻ അത്ര അടുത്തേക്ക് വരല്ല. മന്തി തിന്നാൻ കൊണ്ട മന്തി അത്ര തന്നാ മതി. ഞാൻ തട്ടം ഞാൻ കെയറിങ് ആയിട്ടായി ഏതാ. ഓക്കെ ഗായ്സ്, അപ്പൊ അഫീഫ ചാമ്പി എന്നുള്ള സങ്കടത്തിൽ നിക്കാണ്. ഷിബിലിനോട് ഞാൻ ഉണ്ടണ്ട തെറ്റിക്കാളാട്ടാ. നമ്മുടെ നാളി വേറെ അതിൻ്റെ ഉള്ളിൽ കയറി നാളി. എന്റെ കുട്ടിയാ? എന്റെ കല്യാണം പഠിത്ത് കഴിഞ്ഞിട്ടല്ലോ, അപ്പൊ അതൊരു കുട്ടിയാ. ഞങ്ങൾ രണ്ടാളെയും ചെക്കൻ ഗൾഫിലാ. നിങ്ങൾ മറ്റേതാണല്ലേ? ഒന്നുമില്ല, സുഖം. ഇത് വ്ളോഗ് എടുക്കുമ്പോ ഒന്നും പറയാതെ ബാക്കിൽ നിന്ന് പറയുന്നത് തെണ്ടിത്തരാണെന്ന് അറിയിച്ചുകൊള്ളുന്നു. അതെ, ശരിയാണ്, വളരെ ശരിയാണ്. എന്ത് ശരിയാണെന്ന്? ബാക്ക് എന്ന് പറയുന്നത് സീരിയസ് ആയിട്ട് നിക്കണേ. വണ്ടി എടുക്കാൻ താല്പര്യമില്ല? വിശക്കുണ്ട്, അതാണ് സീരിയസ്. വണ്ടി എടുക്കണില്ലേ? ആള് വരണ്ടേ? 5 വണ്ടി ഇവിടെ വണ്ടി ഇങ്ങനെയൊക്കെ നിർത്തിയിട്ടാ പോയിക്കണ്. എന്നിട്ട് ഒന്ന് പറയാത്ത തിന്നടി. ലിപ്സ്റ്റിക് തിന്നാക്കൊന്നും മോശമില്ലല്ല. മൈക്ക് തിന്നാനാ പാട്. ഹലോ ഗൈസ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വ്ളോഗ് വന്നപ്പോ തട്ടക്കെട്ട് ഹായ്. സത്യം പറഞ്ഞാ ചേരുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഒരു മൂഡും ഇഷ്ടല്ല. എന്തുകൊണ്ടാണത്? എത്ര കിണ്ടല്ലോ ഒരു ദിവസം തിന്നു? ഞാൻ ലിപ്സ്റ്റിക് ഇടാറില്ല, നാച്ചുറൽ ആയിട്ടുള്ള ലിപ്പിന്റെ ഒരു മിനിറ്റ്. ഓക്കെ സോറി.
അപ്പൊ അതാണ് പറയണത്. ഓ നീലോ പാട്ടാണോ എടുക്കല്ലട്ടാ. ഇല്ലില്ല, പാട്ട് പാടാൻ എടുക്കൂല. ഇത് ശരിക്കും പഠിക്കോ, നൈസിന് പഠിക്കാം, നല്ല പോലെ പഠിക്കാം. പഠിക്കോ, വെറുതെ പഠിക്കോ. എല്ലാരും പോയല്ലോ. അത് പിടിച്ച പിടിച്ചല്ലേ, സോറി മോള് തൊടല്ലേ. പാട്, പാട്ടല്ല, പാട്ട് പഠിക്കോ, കുഴപ്പമില്ല. ഈ ഞങ്ങളൊരു 2 ഐഫോൺ കളഞ്ഞു കിട്ടുകയാണെങ്കിൽ ഞാനേ പിടിച്ചോ. ഓ ക്യാമറാമാൻ ആവാണ്. അത് അത്ര കണ്ടാ മതി. നടുവിൽ ആളുണ്ടോ നോക്കിയാ മതി. കിട്ടണില്ലേ? അവിടെ ലുക്ക് ഞങ്ങളെ ഫിറ്റ്സൊക്കെ എടുത്തില്ല. ആണോ? ഞാൻ എടുത്തരാം. നിങ്ങളെല്ലാരും നിക്ക്. ഫിറ്റ്സൊക്കെ ഇത് വൈഡാണ്, അതുകൊണ്ടാവും. കാണണ്ടല്ലോ നല്ലോണോ. ഫിറ്റ്സൊക്കെ അങ്ങനല്ല. അവിടെ ഓരോരുത്തരും ഞാൻ വിളിക്കാം. റോൾ നമ്പർ 1 സിയോണാ. ഇത് പിടിച്ചാ. ഓ മൈക്ക് തന്നിട്ട് കോസ്റ്റ്യൂം പറഞ്ഞവാണെങ്കി പറഞ്ഞോ. നിക്ക് ഞാൻ 1 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ റൈഡിൽ കേറുന്നുണ്ട്. അത് വേണ്ട. ഓക്കെ പിച്ചേ അവിടെ നിക്ക്. ഓട്ടോഷോ MES ഓട്ടോഷോ. രസമുണ്ടോ? ഇഷ്ടപ്പെട്ടോ? മൈക്ക് വെച്ച് പറടി. സ്വന്തം ഫിറ്റാണോ അതോ അടിച്ചു മാറ്റിയാണോ? അമ്മ അതമ്മ, ഇത് ഞാൻ. ഓക്കെ. അടുത്ത കൊടുക്ക്. ഹലോ 3 വലകള് വണ്ടി ഇവിടെ നിർത്തിയിട്ട് 3 മാസത്തിൽ നടന്നു വരുന്നുണ്ട്. 3 വലകൾ വരുന്നില്ലേ മൈക്കൊക്കെ? അതൊരു സൂപ്പർ കോമഡി ആയിരുന്നു. അത് വേണ്ട. പക്ഷെ വലട്ട് പോവാന്നുള്ളതാണ് അച്ഛാന്റെ മെയിൻ. എന്തിനാണ് വലട്ട് പോണ? എന്തിനാ? ഈ മനുഷ്യന്മാരൊക്കെ നിക്കണ കണ്ടില്ല എനിക്ക്. പോവല്ലേ? വ്ളോഗ് ഞാൻ മിസ്സായിട്ടോ. ചെക്കനെ കാണിച്ചു കൊടുത്തു. ഇച്ച ഏത് മന്തിയാ വേണ്ടെന്ന്? ഞങ്ങക്ക് ഹണി മന്തി. ഹണി അൽഫാം. എക്സൈറ്റഡ് അല്ലേ? നിങ്ങൾക്കൊരു സലാഡ് കിട്ടാ. അത് വരികയാണ്. കേറി എല്ലാരും കേറി. ഫിറ്റ്സക്ക് അന്റെ മാത്രം നടത്തിയിട്ടുള്ളൂ. ഇത് ശശിയായിരിക്കുന്നു ഒഫീഷ്യലി. വണ്ടി കയറിക്കോ. എടുത്തോ. എന്നാ പിടിച്ചോ. എന്നാ പറഞ്ഞോ. മതിട്ടോ. ഇനി മതിട്ടോ. കയറിക്കോളിട്ടോ. ഓടി കയറിക്കോ. എല്ലാരും കേറി. വണ്ടി ഞാൻ വരും. ഞാൻ എയിലെങ്കിലൊക്കെ ഉണ്ടാവും. കയറിക്കോ. കയറി. എല്ലാരും കയറി. അർച്ചന ഇവിടെ ഇങ്ങനെ നിന്നാ സ്ഥലം ഉണ്ടാവില്ല. എനിക്ക് ഒരു ഫുൾ സീറ്റ് വേണ്ടേ? ഫ്രണ്ട് സീറ്റ്. ഫ്രണ്ടിന്ന് നീച്ചോടുത്താ. എനിക്ക് ഡ്രൈവിംഗ് അറിയില്ലല്ലോ. എനിക്ക് ഡ്രൈവിംഗ് അറിയോ? ലൈസൻസ് ഉണ്ട്, ഡ്രൈവിംഗ് അറിയില്ല. ഇതാ സ്റ്റോർ ടീമിലെ 2 സ്റ്റോറിൽ തന്നെ എനിക്കറിയാം. തെറ്റി പിരിഞ്ഞപ്പോ വഫണ്ടാ. ഓക്കെ. ടീമിന്റെ പേരെന്താ? ഓക്കെ ബൈ. ഞാൻ ഇപ്പൊ വണ്ടി കയറാണ്. എല്ലാരും തയ്യാറാണ്. അപ്പോ ഇനി അവിടെ നിന്ന് കാണാം. അപ്പോ ഗൈസ് നമ്മളിതാ മനാലിക്ക് എത്താനായി. നമ്മളെല്ലാ വണ്ടിയും പിന്നിലുണ്ട്. നാളെ നോമ്പ് സ്റ്റാർട്ട് ചെയ്യണോണ്ട് ഇന്ന് ലാസ്റ്റത്തെ മന്തി അത് മൻഹലിന്നാണ്. എല്ലാ വണ്ടിയും ഉണ്ട്. അങ്ങനല്ല, ശരിയാ. പകലൊരു മന്തി, മന്തി രാത്രി മാത്രം. നീ കള്ളനോമ്പ് എടുക്കണവര് കേരളുണ്ടാവും. നമ്മള് ഷവർമ്മക്കായിട്ട് പോകും ചിലവര്. ഞാൻ പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് കമ്മീഷൻ സാധനം എടുത്ത് തരും. മറ്റു ബോയ്സ് ഉണ്ട് കുറഞ്ഞു തരും. എക്സ്ട്രാ പൈസ ഉണ്ട്. 5 റുപ്പീസ് എക്സ്ട്രാ ചാർജ്. അത് ഇവിടല്ല. അപ്പൊ റീച്ച് ചെയ്തിക്കണ്. നീ കോട്ടക്കലെത്തി. മൻഹലിക്കുള്ള എത്താനായി. ഓക്കെ. പുതിയ കാർണിവല് അത് നമ്മളെ വിഷയത്തിൽ പെട്ടല്ല. അപ്പൊ എത്ര കാറുണ്ട്? ഇപ്പൊ നമ്മൾ എത്ര ആൾക്കാരുണ്ട്? എത്ര കാറുണ്ട്? 7 വണ്ടി. ഒരു ഫോർച്യൂണർ, ഒരു ബലേനോ, ഒരു ലീവ, ഒരു i20 ഉണ്ട്. പിന്നെ ക്രെറ്റ ഉണ്ട് ആഷിമിന്റെ. പിന്നെ നമ്മളെ ഹൈറൈഡർ. അപ്പൊ കൊറേ വണ്ടി. 7 കണ്ടാ പോരാ. അത്യാവശ്യം വണ്ടികളുണ്ട്. ഏറ്റവും കൂടുതൽ വണ്ടിയുള്ള
അത് ഇന്ന് പാർക്കിംഗ് ഫുള്ളായിരുന്നു. അപ്പൊ ഇനി നേരെ അവിടെ എത്തിയിട്ട് കാണാം. അതാ അതായത് നമ്മൾ മൻഹൽ റീച്ച് ആയിരിക്കുകയാണ്. കോട്ടക്കലിന്റെ ഹൃദയഭൂമി മൻഹൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആണോ? വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. അതായത് ഇരുന്ന് കഴിക്കാൻ ഏറ്റവും സുഖമുള്ള മന്തി അല്ലെ മുസി? അതെ അതെ, നമ്മള് ചെക്കന്മാരെ കൂടെ എത്തിക്കണം. നമ്മള് 5 ഹണിയുടെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. 5 ഹണിയോ? നമ്മളെ വണ്ടിയുള്ള ആൾക്കാർക്ക് 5 ഉൾപ്പെടെ എല്ലാരും ഹണിന്റെ ആൾക്കാരാ. അപ്പോ എത്തി. ഇനിയിപ്പോ വ്ളോഗ് കണ്ട് ഒരു പോക്കണ്ട് പോകും. ഒരു പോക്കാണ്ട് പോകും. അപ്പൊ ഒരു 5 കൊല്ലം കഴിഞ്ഞ് ഈ വ്ളോഗ് ഒന്നും കൂടി കാണണം. അതെന്തിനാ അറിയോ? എല്ലാവരും ഫേസുള്ള ഡിഫറൻസുകൾ കാണാം നമുക്ക് അല്ലെ. മൂസിന്റെ മുഖം കാണിച്ചാ വലിയ മാറ്റം വരാൻ ചാൻസ് ഇല്ല. ഷെബിന്റെ ഫേസ്, എല്ലാവരും ഫേസ് കണ്ടോളൂ. ഒരു 5 കൊല്ലം കഴിഞ്ഞ് വ്ളോഗ് നോക്കുമ്പോ ഇവരൊക്കെ മാറിയ മാറ്റം അതാണ് നമ്മൾ കാണേണ്ടത്. അതിനാണ് നമ്മൾ എടുത്തു വെക്കണത്. എവിടുത്തെ ഫാറൂഖിത്തെ നല്ല ഗേൾസ് ഉണ്ട്, നല്ല ഗേൾസ് ഉണ്ട്. അല്ലോ ഇന്റെ കുട്ടി ചീത്തറിയടോ. നല്ല തിരക്കുണ്ട് ഗൈസ്. ഇവിടൊക്കെ ആൾക്കാരുണ്ട്, ഫുൾ തിരക്കാണ്. വ്ളോഗ് എത്രത്തോളം എടുക്കാൻ പറ്റുന്നിടത്തോളം ഇടും. അയ്യോ നല്ല തിരക്കാണ് ഗൈസ്. കൊറേ വണ്ടി ഉണ്ട്. മലയിൽ നിന്ന് ഫുള്ളാണ് കേട്ടോ. ബുക്ക് ചെയ്താണ് നമ്മുടെ ഏറ്റവും വലിയ ആശ്വാസം. ബുക്ക് ചെയ്ത് ഇവിടെ ആൾക്കാര് നമ്മളെ വണ്ടിയാളെത്തിയോ? നമ്മളെ വണ്ടിയില് ഒരു ടീം ഇവിടെ എത്തി ഓൾറെഡി ബുക്കൊക്കെ ചെയ്ത് ഫുഡ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. ബാക്കി ടീം വന്നാ നമ്മക്കാണ് ഫുഡ് അടിക്കാനല്ല മെയിന്, എല്ലാരും കൂടിയും കൂടുക എന്നുള്ളതാണ് മെയിന്. വണ്ടി പാർക്ക് ചെയ്യണം. നമ്മളെ ഇറ്റിയോസ് വന്നിട്ടുണ്ട്. ഇറ്റിയോസ് അലമ്പാക്കുണ്ട്. നമുക്ക് എല്ലാം പറയണ്ട് ഗൈസ്. ഇറങ്ങി, എല്ലാരും ഇറങ്ങും. ഗൈസ് നമ്മളെ എല്ലാ വണ്ടി ഇവിടെ ഏകദേശം എത്തി. ക്രിസ്റ്റ അറിയാനും ക്രിസ്റ്റട്ട് കറക്കുന്നുണ്ട്. ഫോർച്യൂണർ നമ്മളെ ക്യാമറമാനെ കാണിക്കട്ടെ. ഇതാണ് ഗൈസ് നമ്മളെല്ലാം ജിമ്മി കുട്ടനാണ്. നമ്മളെ ഹനാൻഷാന്റെ ജിമ്മി. ഒരു ലുക്ക് ഉണ്ട്. ആ മുടി കണ്ടാ? എടാ വായോ വായോ, മുടിയാണ് എനിക്ക് കിട്ടിയത്. എടാ വായോ വായോ, നമുക്ക് എല്ലായിടത്തും പോവാം. എല്ലാത്തിനും പോവാം. അമ്മായി ഫസ്റ്റ് തന്നെ നഫ്ല അമ്മായി അമ്മായി എക്സൈറ്റഡ് ആണോ? വെരി എക്സൈറ്റഡ് ആണ്. മാട്ടശിബി കുറച്ച് കോസ്റ്റ്യൂം നോക്ക്. എനിക്കെന്താ പറയാ, ഞാൻ പറഞ്ഞുതരാം. കോസ്റ്റ്യൂം അവിടെയാണ് കളി, ആരും നോക്കൂല. ഞാൻ ഉദ്ദേശിച്ച പെണ്ണ് കിട്ടണ വരെ മറ്റേ ചാപ്ര നടന്നിരുന്ന പന്നിയാണ്. ഒരു പെണ്ണ് കിട്ടിയപ്പോ ചാപ്രി വൃത്തിയായ പോലെ പറഞ്ഞാല് ചപ്രി തന്നെയാണ് അല്ലേ? ചപ്രയാണ്. എനിക്ക് വായിക്കാണ്ട് എന്റെ ഇവിടെ ഇനിയിപ്പോ ആരെടുത്ത അഫി 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 കല്യാണം കഴിഞ്ഞ ആള്. എന്താ അഫി പറയാനുള്ളത്? പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്തെങ്കിലും കാട്ടിയത് ഞങ്ങളും കാട്ടിയില്ലേ? അത് 4 വണ്ടി ഞങ്ങൾ പൊട്ടിച്ചിട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ കാട്ടി അത് വ്ളോഗിൽ ഇവരല്ല ഗുണ്ടോള് കാട്ടിക്കൂട്ടുന്ന പോലെ. ഇതിന്റെ ഒരു സെറ്റപ്പ് കർണാടകയിലത്തെ ഗുണ്ട ടോള് പൊളിച്ചാണ്. ഇതാ നമ്പർ 1 ടോള് പൊളിച്ച ആൾക്കാരോടാ. ടോള് എന്തിനാ ടോള് പൊളിച്ച്? ടോൾ എന്തിനാ പൊട്ടിച്ച്? ടോള് പൊളിച്ച് വണ്ടി എടുത്ത് വന്ന് പ്രശ്നം വിട്ടത്. ഞാൻ വണ്ടി പിടിച്ചുള്ളൂ. കാട്ടാക്കട എവിടെ ഉള്ളടാ? കാട്ടാക്കട എവിടെ ഉള്ളടാ? നീ എവിടെ ഉള്ളടാ? കാട്ടാക്കട എവിടെ ഉള്ളടാ? എല്ലാത്തിനും എല്ലാം നല്ല പിള്ളേരാണ്. ഇത് എല്ലാരും എത്തിയിട്ടുണ്ട്. ഞാൻ അടുത്തേക്കാ പോണ്ടേ. എല്ലാവരും ഉണ്ട്. കണ്ണൂർ ബോംബ് നോമ്പിന് മുമ്പുള്ള ഒന്നാമതേ ലാസ്റ്റ് കഴിയാനായില്ലേ, അതിന്റെ ഒരു സങ്കടം. നമ്മള് പോസിറ്റീവ് ആയിട്ടിരിക്കണോ? അഞ്ചു കുറച്ച് പോസിറ്റീവിന്റെ ആളാ. എന്താ പോസിറ്റിവിറ്റിന്റെ ആള്? പോസിറ്റിവിറ്റി ഓവർ ലാസ്റ്റ് മന്തിയല്ലോ. പിന്നെന്താ? നോമ്പിന് മുമ്പുള്ള ലാസ്റ്റ് മന്തി. നീ ഒരു മന്തി കിട്ടും എനിക്ക് തോന്നണില്ല. ഇങ്ങനെ കിട്ടൂല. നോമ്പ് കഴിഞ്ഞ ക്ലാസ് ഇല്ല. ഭാഗ്യം ഉണ്ടെങ്കിൽ ഉണ്ടാവും. എക്സാം മാറ്റി വെച്ചാൽ ഉണ്ടാവും. അല്ലെങ്കിൽ ഇതാണ് ലാസ്റ്റ്. അപ്പൊ നമുക്ക് ഇനി പോവാം. ഇനി
ഇനി ഉള്ളിന്ന് കാണാം. ഉള്ളിലേക്ക് കയറാം. ഭയങ്കര തിരക്കാണ്, ഭയങ്കര ഒരു തിരക്കാണ്. ഉമ്മയോട് കൂടി ഇത് ബ്ലുപ്പാവുന്നതായിരിക്കും. മന്തി കഴിക്കാൻ നടക്കുന്ന പിള്ളേര് ലാസ്റ്റ് കയറാം, എല്ലാരും ഇരുന്നിട്ട് കയറാം. അതിന് മുമ്പ് എനിക്ക് 2 കാര്യങ്ങൾ പറയാനുണ്ട്. നല്ല രസമുണ്ട് ഫ്രെയിം. വാലന്റൈൻസ് ഡേ ആയിട്ട് കൊടുക്കായിരുന്നു, പക്ഷെ നമ്മൾ കുട്ടിയില്ലാതായി പോയി. കുട്ടി ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരുന്നു. അല്ല, ഞാൻ 2 കാര്യങ്ങൾ ചോദിക്കാം. മൈക്ക് വെച്ചട്ടാ. ക്ലിപ്പ് ചെയ്യാൻ പറ്റുമോ? ക്ലിപ്പ് ചെയ്യാനെങ്കിൽ ഞാൻ ക്ലിപ്പ് എടുത്തിട്ടില്ല. തൽക്കാലത്ത് കൈ പിടിച്ചോ, എല്ലാരും കൊടുക്കണോണ്ടാണ്. സംഭവം എന്താ വെച്ചാല് നമ്മളെ കോളേജ് ലൈഫ് എങ്ങനെയുണ്ടായിരുന്നു? കോളേജ് ലൈഫ് കോളേജ് അണ്ടിയാണെങ്കിലും സെൽഫ് എടുത്തത് ഞാനൊരു ഭാഗ്യമായിട്ട് കാണുന്നു. സെൽഫി നമ്മളെ ക്ലാസ് എടുത്ത് എന്തുകൊണ്ടും മെച്ചാണ്. സത്യം. ഇത്രയും വൈബും ഇതുള്ള ക്ലാസ് വേറെ നമ്മളെ KVM തന്നെ ഉണ്ടാവില്ല. ഒന്നേ പറയാനുള്ളൂ, ആരെങ്കിലും KVM പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ വളാഞ്ചേരി പഠിക്കാൻ സെൽഫ് ചോദിച്ചെടുക്കുക. സെൽഫ് ചോദിച്ചിട്ട് സംഭവം 9,000 റുപ്യ മാസം കൊടുക്കേണ്ടി, പക്ഷെ സെമ്മിന് കൊടുക്കേണ്ടി വരുന്നുണ്ടെങ്കിലും അത് വേറെ ഒരു ഡിപ്പാർട്ട്മെന്റിലും ഇത്ര മെമ്മറീസ് കിട്ടുന്ന എനിക്ക് തോന്നണില്ല. ഒരിക്കലും കിട്ടൂല. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാല് ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ആരും മാറി നിൽക്കണില്ല. നമ്മളിപ്പോ വന്നിട്ട് എത്ര വണ്ടിയാ? 8 വണ്ടിയാ. അത്രയും ആൾക്കാർ വന്നു. 8 വണ്ടിയാ. ക്ലാസ് ആയിരുന്നെങ്കിൽ ഇത് വരുമോ? ഇല്ല, മനഹല് മൊത്തം നമ്മളെ സെൽഫ്. അത് പാർക്കിംഗ് അവിടെയാണ്, അവിടെ കാണിച്ചു തരുന്നില്ല. പിന്നെ കാണിച്ചു തരാം. അതാണ് നാട്ടിൽ ഞാൻ യൂട്യൂബറാ വിചാരിച്ചിക്കണ്. എല്ലാരും ഇങ്ങനെ മൊമ്പം നോക്കുന്നുണ്ട്. അതാണ് സംഭവം. എന്താ സൗകര്യം കൊണ്ടാണ് ഒന്നാമത്. അത് എല്ലാം കേട്ടിട്ട് നോക്ക്, അവിടെ നോക്ക്, റൈറ്റ് നോക്ക്, ആൾക്കാർ നോക്കുന്നുണ്ട്. അത് പ്രശ്നമില്ല. എല്ലാവരും ഇരുന്നതിന് ശേഷം നമുക്ക് ഉള്ളിൽ പോവാം. അത്രേ ഉള്ളൂ. കട്ട്. ഇതാരാ നടന്നോണ്? പിങ്ക് ഇട്ട മനുഷ്യൻ നടന്നോണ്ട്. പിങ്ക് ഇവിടെ വരൂ. പിങ്ക് ഇവിടെ കയറിക്ക്. എന്താണ് എനിക്ക് പറയാനുള്ളത്? എന്താണ് നമ്മൾ കോളേജ് അവസാനിക്കാണ്. അതിന് മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. എന്തിനാണ് ഇത് കട്ട് ചെയ്ത്? ടോള് കട്ട് ചെയ്ത് എന്തിനാ? പൊളിച്ചു വന്നത് എന്തിനാ? ഞാൻ കോഴിക്കോട്. കോഴിക്കോടാ? നീ എവിടെ ഉള്ളടാ? നീ കാട്ടക്കടോടാ? നിക്ക്, നീ ബാക്കി കണ്ടിന്യൂ ചെയ്യ്. കോളേജ് അവസാനിക്കാണ്. ഇനി 10 ദിവസം കൂടി ഉള്ളൂ. 10 ദിവസം കൂടി ഉള്ളൂ. അപ്പോ ഈ സെൽഫിനെ പറ്റി എനിക്ക് എന്താ പറയാനുള്ളത്? സംഭവം നമ്മൾ കോളേജ് കിട്ടിയ കോളേജാണ്, പക്ഷെ എന്നാലും നമ്മൾ ബാച്ച് അത് ജമ്മാണ്. നമുക്ക് കിട്ടിയ ഭാഗ്യാണ് ജമ്മ്. അതെ, പ്രത്യേകിച്ച് നമ്മൾ ടീച്ചർമാർ കേട്ടോ. ടീച്ചർമാർ ഒന്നും ഇടക്ക് കുറച്ച് ആൾക്കാർ വന്നെങ്കിലും പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പൊ ഉള്ള ടീച്ചർമാരോട് പറഞ്ഞാല് ചോടിയാണെങ്കിലും നമ്മളെ നിസാറാണെങ്കിലും ഒന്നും പറയാനില്ല. ഓക്കെ. പിന്നെ നമ്മളെ മെയിൻ ടീച്ചർ എല്ലാരും നമുക്ക് 3 ടീച്ചേഴ്സ് ഉള്ളെങ്കിലും 3ഉം ഇങ്ങനെയൊക്കെയാണ് HOD നമ്മള്. സൈക്കോളജി സാറിനെ മെൻഷൻ ചെയ്യണം. ശ്രീകുട്ടൻ ഞങ്ങള് എടാപോട ബന്ധാണ് ഇപ്പൊ. അങ്ങനെയാണ്. നമുക്ക് ഉള്ളു കയറിയാലോ? എല്ലാരും നോക്കാം, നാട്ടിലെ മൊത്തം നോക്കുന്നുണ്ട്. ബ്ലോഗ് കിട്ടൂല. അപ്പൊ ഗൈസ് നമ്മളെ മനഹലിന്റെ ഉള്ളിക്കുവാണ്. എല്ലാരും അവിടെ നമ്മളെ വെയിറ്റിംഗ് ആണ്. എല്ലാരും അവിടെ നിക്കുന്നുണ്ട് ഗൈസ്. എന്തെങ്കിലും പറയൂ. നമ്മളിപ്പോ എത്തും നമ്മളെ പിള്ളേരുടെ അടുത്തേക്ക്. ഓടാ ഒച്ച അച്ഛാമാരെ. ഗൈസ് എത്തിയിരിക്കുന്നത് നമ്മളെ പിള്ളേരതാ. മനഹല് മൊത്തം നമ്മളെ പിള്ളേര്. ഗൈസ് അപ്പോ ഞാൻ മൈക്ക് ഇതാ ഹാൻഡ് ഓവർ ചെയ്യാൻ പോവാണ്. ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയാ. എന്താ പറയണ്ടേ? മൊത്തം വേറെ ഏത് ബാച്ച് വരും? ഇങ്ങനെ ആരും വരൂല. സെൽഫ് പൊളിയാണ്. സെൽഫ് ചേർന്നത് അഭിമാനമായി തോന്നുന്നു. നഷ്ടാവോ? കോളേജ് കഴിയാനായി. എന്താ പറയാനുള്ളത്? ഇപ്പോഴാണ് നഷ്ടമായത്. ഇപ്പൊ എല്ലാരും കമ്പനി ആയപ്പോ കോളേജും കഴിഞ്ഞു. വാക്കുകളായിരുന്നു. അടുത്ത ഇജാസ് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ടോള് പൊളിച്ച അടിപൊളിയാക്കണോ? ഇനി ഫുഡ് വെയിറ്റ് ചെയ്തിക്ക. ചെങ്ങായി തിന്നതല്ലാതാ. ഇത് ഈ മൊമെന്റ്സിനെ പറ്റി പറയും. അത് നല്ലൊരു മൊമെന്റ്സ് ആണ്. എത്ര ടേബിൾ ഉണ്ട് നമ്മള്?
10 ടേബിൾ ആൾക്കാര്. വണ്ടർഫുൾ. സാർ ഏത് ബാച്ച് ഇങ്ങനെ ചെയ്യും? സെൽഫ് അല്ലാതെ നമ്മൾ തന്നെ ഉള്ളൂ. മൈക്ക് ഫിബ കൊടുക്കും. അടുത്ത ഞാൻ ഫിബക്ക് കൊടുക്കാം. മങ്കേരി റാണി. ഹായ് ഗൈസ്. അനക്കെന്താ പറയാനുള്ളത് നമ്മളെ ബാച്ചിനെ പറ്റിട്ടും? കോളേജ് കഴിയാൻ 10 ദിവസം ഉള്ളൂ. എന്താ എനിക്ക് പറയാനുള്ളത്? ഞാൻ നല്ല മിസ് ചെയ്യും നിങ്ങളെല്ലാരും. പിന്നെ അതിൽ അല്ലുട്ടിയാ ഞാൻ എന്റെ ഫാനാണ്. ഞാൻ എന്റെ ഫാനാണ്. അതില് വണ്ടി ഇടിച്ച് തോള് പൊട്ടിച്ച് പോന്നു. പിന്നെന്തായി? അതല്ല ഇത് പറയും. കോളേജ് കഴിഞ്ഞ് 10 ദിവസം ഉള്ളൂ. കോളേജ് കഴിഞ്ഞ എന്താ പ്ലാന്? ഡിഗ്രി കഴിഞ്ഞിട്ട് അറിയില്ല. അറിയില്ല. അപ്പൊ ഈ ഹാപ്പി അല്ലേ? ബച്ചോലൊക്കെ കൊറേ പറയാണ്ട്. അല്ല ഇല്ല ഇല്ല ഇല്ല. ഷെൻസ നമ്മളെ സെൽഫ് കുക്കാണ്, ഒരു എന്റർപ്രണർ ആണ്. ബേക്കറാണ്. ഇപ്പൊ ഫ്രീക്ക് പേരാ. പണ്ട് കുക്ക് എന്നൊക്കെ പറഞ്ഞു. എന്താ എനിക്ക് പറയാനുള്ളത്? എന്താ പറയണ്ടേ? കോളേജ് കഴിയാൻ 10 ദിവസം ഉള്ളൂ. ലാസ്റ്റ് ഫുഡ് അടിയാണ്. കഴിയാനാകുമ്പോ നല്ല സങ്കടമുണ്ട് ശരിക്കും. ഇതൊക്കെ മിസ് ചെയ്യൂല നമ്മള്. അപ്പൊ അതൊക്കെ സങ്കടമുണ്ട്. അതിനൊക്കെ മിസ് ചെയ്യൂട്ടാ. ഇങ്ങനെ മിസ് ചെയ്യോ? എല്ലാരും എന്നെ മിസ് ചെയ്യല്ലോ. എല്ലാരും എന്നെ മിസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ എല്ലാം ആയ നമ്മളെ സെൽഫിനെ നെടുന്തൂണായ നമ്മളെ ഷാമിൽക്ക. എന്താണ് ഷാമിൽ പറയാനുള്ളത്? എന്താണ് എനിക്ക് പറയണ്ടത്? ഹാപ്പി അല്ലേ? അല്ല അവസാനത്തെ മന്തിയാണ് അല്ലേ? അന്ന് ഇടയ്ക്ക് ലാസ്റ്റ് സെക്കൻഡ് മന്തിയാണ്. ഇനി നോമ്പാണ് വരാൻ പോകുന്നത്. ഇനി നമ്മളിങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവൂല. അല്ല അവസാനത്തെ മന്തി പാർട്ട് 1. കിടിലൻ ടീമാണ് സ്മാർട്ട് ബോയ്സ്. അപ്പൊ എന്താണെന്ന് എല്ലാരും കൂടി അൽഹംദുലില്ലാഹ് എത്തിക്കണം ഇവിടെ. ഇനി വള്ളി ഓൾറെഡി വന്ന് കഴിഞ്ഞിട്ടാ. അതായത് വ്ളോഗിൽ എടുത്തിക്കണ വള്ളിയുടെ ആ വീഡിയോ ഉണ്ട്. സെമിന്റെ അടുത്തുണ്ട് വള്ളി പിടിക്കണ. അയാള് പിന്നെ അറിയിക്കും. ഇനി അടുത്ത വള്ളി എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം. അടുത്തത് നമ്മള് പോണത് നമ്മളെ ഈ എല്ലാ മൂമെന്റും ക്യാപ്ചർ ചെയ്യണ വണ്ടി സാദ് നമ്മളെ സെൽഫ് പറയട്ടെ. അപ്പൊ നമ്മളെ എല്ലാ മൂമെന്റും ക്യാപ്ചർ ചെയ്യണ, നമ്മളെ സെൽഫിനെ സെൽഫ് ആക്കിയ, നമ്മളെല്ലാ ഫോട്ടോസും പിന്നിന് കരങ്ങളുള്ള നമ്മളെ സാദ് എല്ലാ മൂമെന്റും നീലക്കുയിലാണ്. എല്ലാ മൂമെന്റും ക്യാപ്ചർ ചെയ്യണ നമ്മളെ സാദ്, നമ്മളെ ജം. എന്താണ് പറയാനുള്ളത് സാദ്? ഇനി ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ ആരും ഉണ്ടാവില്ല. ഞങ്ങൾ ആരും പോവാണ്. 10 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാരും പോവും. ഞാൻ എനിക്ക് ഫോട്ടോ എടുക്കാൻ ഞങ്ങളില്ല. ശ്യാമിലെന്താ പറയാണ്ട്? ഇത് കാണുമ്പോ എന്താ തോന്നുന്ന വെച്ചാല് നമ്മളെ കുടുംബസംഘം ഉണ്ടാവൂലേ പെരേറ്റ, അപ്പൊ ഉണ്ടാവൂലേ? അപ്പൊ നമ്മള് എളാപ്പാരൊക്കെ വന്നിട്ട് ഇല്ലട്ടാ എല്ലാരും നിന്നിട്ടാ ഒരു സന്തോഷം ഉണ്ടല്ലോ. അത് നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് കിട്ടുന്നത്. അത് കിട്ടുന്നത് നമ്മളൊരു കുടുംബാണെന്നതിന്റെ അർത്ഥം പറഞ്ഞാല് ഷാമില് കുടുംബ സംഗമത്തിന് വേണ്ടി പുതിയ ഷർട്ടും പാന്റും പോയി എടുത്തേക്കണ്. വരുമ്പോ കോളേജിൽ യൂണിഫോം ആയിരുന്നു. ഇതൊരു കുടുംബം പോലെയാണ്. ഇതാ കണ്ടോളി. അലമ്പ് കൂടുന്നോണ്ട് ഞാൻ തന്നെ എടുക്കാൻ വിചാരിച്ച്. അപ്പൊ ഇനി ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ആർട്ട് നടക്കണ്ട. ആർട്ട് മയോണൈസ് ആർട്ട്. മയോണൈസിൽ കലാവിരുത് കാണിക്കുന്ന ഷെൻസ. മയോണൈസിൽ കലാവിരുത്. കാണില്ല കേട്ടോ. ഇജാസ് എഴുതിക്കണേ. അതാണ് എടപ്പാളില് ഏറ്റവും നല്ല ബേക്കറാണ് ഷെൻസ. ഷെൻസിനെ പറ്റിക്കാൻ വേറെ ബേക്കേഴ്സ് ഒന്നും എടപ്പാളിലില്ല. ഒന്നും പറയാല്ല. അന്റെ റിയാല് പിന്നെ ആരെ കട്ടുണ്ടായി അത് കൊണ്ടുപോയവർക്ക് എനിക്ക് യോഗ ഇല്ലടാ ഒട്ടിയെ. റമദാനൊക്കെ വരുന്നുണ്ട്. അത് വേഗം തിരിച്ചു പിന്നെ ഇവിടെ പൈസ കൊടുക്കാൻ വേറെ പൈസ ഇല്ല കേട്ടോ. ഇത് പിടിച്ചാ പിടിക്ക്. മന്തി ഓർഡർ ചെയ്തോ? ഇല്ലേ? സോറി. ഇത് ശ്രുതി കോപ്പിയടി കൂടുതലാണ് കുറച്ച് എക്സാമിന്. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? പക്ഷെ എനിക്ക് 2 മാർക്കിനുള്ള പറഞ്ഞാ എന്താ പറഞ്ഞേ? ഒന്നും പറയാനില്ല. ഓക്കെ, എന്താണ് ടോപ്പിക്? എന്താണ് ടോപ്പിക്? ഒന്നുമില്ല. എക്സൈറ്റഡ് അല്ലേ ചോദിച്ചാ? അതെ
കണ്ടോ മഞ്ഞളിലെ പ്രൊമോഷൻ പ്രമോഷൻ വേണ്ട, പൈസ നേടിയാ തന്നില്ലേ? പൈസ ആണ്ട കൊടുക്കണ്ട്. ഷൂ അല്ല, മന്തിക്ക് എക്സൈറ്റഡ് അല്ലേ? നമ്മളെ ടീമെല്ലാം ഇങ്ങനെ ഒത്തുകൂടുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? നമ്മളെ കോളേജ് കഴിയണതിനെ പറ്റി എന്താ അഭിപ്രായം? സങ്കടം ഉണ്ടാ? ഇജ് അന്നെ പിരിയണാണ് ഓളെ ഏറ്റവും വലിയ സന്തോഷം എന്നാ പറഞ്ഞു അല്ലേ? അതല്ല ഏറ്റവും വലിയ സന്തോഷം. ആ കണ്ടാ, സ്നേഹം കിട്ടി. പറഞ്ഞോ ഐ പറഞ്ഞോ, എന്താ പറയണ്ടേ? എല്ലാരും ഒത്തുകൂടുന്നതിനെ പറ്റി നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. 2 വാക്കുകൾ പറയും. 2 വാക്കുകൾ. സിയോണ അങ്ങനൊന്നും കാണാൻ പറ്റൂല. ലാസ്റ്റ് വെച്ചിട്ടാണ് നമ്മള് ഒന്നും കൂടി നല്ല മിങ്കിളായത്. അത് സങ്കടണ്ട്. പക്ഷെ എനിക്ക് തോന്നണത് ലാസ്റ്റ് ആയതുകൊണ്ടാണ് മിങ്കിളായത്. അപ്പൊ അങ്ങനെ ട്രിപ്പ് പോയതിനു ശേഷമാണ് എല്ലാ ബോയ്സിനായിട്ടും സംഭവം എന്താ വെച്ചാല് ലാസ്റ്റ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ആവൂല. അപ്പൊ അതില് റിഗ്രറ്റ് അടിക്കരുത്, ഹാപ്പി ആയിരിക്കാം. എന്താണ് രണ്ട് വാക്ക് പറയാം. പറഞ്ഞോളി. മുത്താണ് കൽബാണ് പിന്നെന്താണ് മുത്താണ് കൽബാണ് അപ്പുറത്ത് കൊടുക്കേ. ഇന്റെ പൈസ കൊടുക്കണ തെസ്നയാണ് ഗായ്സ്. കൃഷ്ണനോടും പിയാറുണ്ട്. കൃഷ്ണ അത്ര പോരാ, ഇന്റെ അയൽവാസിയാണ്. അപ്പൊ അത്ര ഉള്ളു പറയാന്. ഞാൻ അടുത്ത വ്ളോഗിൽ കാണട്ടെ ഗായ്സ്. സീറ്റാ ഞാൻ എവിടെയെങ്കിലും ഇരിക്കാം. ആശിമ ടോള് ഇജ്ജ് വണ്ടി എടുത്തിന്നോ? ടോള് കട്ട് ചെയ്തല്ലേ? ട്രോളിങ്ങൾ എല്ലാരും ചെയ്യണില്ലടാ. ട്രോള് കട്ട് ചെയ്തോ? ഓക്കെ ടോള് കട്ട് ചെയ്തോ വണ്ടി പിടിക്കല്ലേ. മുഫീദ്, വ്ളോഗിന്റെ ഐഡിയ എന്റേതാണ്. ഇത് ഇന്റെ കയ്യിൽ തന്ന് രക്ഷപ്പെടേണ്ട ലക്ഷ്യം എന്ത് ചെയ്യുന്നു? ആള് കൂടുതൽ ഇഷ്ടമായ ആൾക്കാർ ആളായി പ്രശ്നമായിപ്പോ. നമ്മള് സേവന മന്നലത്തെ മന്തി കഴിക്കാൻ വന്നാണ്. സേവ എക്സൈറ്റഡ് അല്ലേ? ഫസ്റ്റ് ടൈമാ? സെക്കൻഡ് ടൈം. വേറൊരു കാര്യമുണ്ട്, സേവ സൈൻ ലാഭം വാങ്ങി തരാറാണ്. ആരോട് പറയണ്ട, മിണ്ടാതിരിക്കണേ. അമ്മ എക്സൈറ്റഡ് അല്ലേ? സോ എക്സൈറ്റഡ്, വെരി എന്തിന് മന്തിക്കാൻ പോവാണ്? ഇവിടെ ഇരുന്നു പറഞ്ഞു. ഞാനിപ്പോ അങ്ങനെ കണ്ണൂർക്കാരന്റെ കഥയൊക്കെ വേണ്ടി ഇങ്ങനെ വന്നിരുന്നു. എന്തായാലും ഇവിടെ ഇരുന്നോ? ഞാൻ ഇവിടെ ഇരുന്നു. അല്ല, പ്ലേറ്റ് ആണ്ട് സ്വാപ്പ് ചെയ്തോളാം. ഞാൻ ഇരുന്നോളാം. അതല്ല, മരക്കാരെന്നെ കൊല്ലം ഇവിടെ ഇരുന്നാല്. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മുഫീദിന്റെ പേരെ പോകുന്നതാണ്. മുഫീദിന്റെ പേരിൽ പോകും. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് മുഫീദിന്റെ പേരിക്കല്ല, ചെറിയൊരു പരിപാടി ഉണ്ട്. അതുകൊണ്ട് പിരിഞ്ഞു പോകും. സിനാന എക്സൈറ്റഡ് അല്ലേ? അതെ. എന്താ ഡിപ്രഷൻ ഉണ്ടോ? എല്ലാരും വന്നിട്ട് ആദ്യ അന്നൊന്നും ഇതിൽ കിട്ടിയിട്ടേ ഇല്ല. ഞാന് ഉറങ്ങിപ്പോയി. എയർപോർട്ട് പോകണ്ടായിരുന്നു. ഇപ്പോഴാണ് വരുന്നത്. എല്ലാരും കൂടിയതിൽ ഹാപ്പി അല്ലേ? സന്തോഷമുണ്ട്. ഓക്കെ, ഞാൻ മാറട്ടെട്ടാ. ഹസീബ് ഹാപ്പി അല്ലേടാ? നമ്മൾ ഹാപ്പിയാടാ, നമ്മളെന്നും ഹാപ്പി. ഓക്കെ അല്ലേ? ഉഷാറല്ലേ? എന്താ തോന്നിയാസം പറ. ചെങ്ങായി, ഒരു മാനേഴ്സ് ഇല്ലാത്ത കാട്ടിലെ പേര് കാട്ടിൽ. ഞാൻ പറയാണെങ്കിൽ ഹോട്ടലിൽ വന്നിട്ട് ഇങ്ങനെയാണോ മാനേഴ്സ്? ചെങ്ങായി പറയും, നിങ്ങൾക്ക് മാനേഴ്സ് ഇല്ല. നിങ്ങളെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാതെ. പ്രശ്നം എന്താ വെച്ചാലേ, ഒരു 10 എത്ര ആളുണ്ട്, 30 ആൾക്ക് മാനേഴ്സ് കീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഞാൻ പറയാം. ഇജ്ജ് പറയടാ. ഫാ മാത്രം പറയരുത്. വിസിൽ വിളിച്ചത്. ഞാനടാ എന്താ വെച്ചാൽ സംഭവം ഇതിന്റെ ലക്ഷ്യം എന്താ അറിയോ? ഞാൻ പറഞ്ഞതാ. ഇതല്ല, ഈ വ്ളോഗിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളിത് റീവിസിറ്റ് ചെയ്യും. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തിരിച്ച് കാണുമ്പോ അപ്പൊ എന്താ കാര്യം എനിക്ക് പറയാനുള്ളത്? 5 കൊല്ലം കഴിഞ്ഞിട്ട് ഇത് കാണുമ്പോ എന്നോട് തന്നെ എനിക്ക് എന്താ പറയാനുള്ളത്? എന്റെ ജീവിതം ഫാ ആയി പോവും. അനക്കെന്തേ പറയണ്ട? 5 കൊല്ലം കഴിഞ്ഞിട്ട് അന്ന് കാണുമ്പോ വല്ല പറഞ്ഞോ അന്ന് കാണുന്ന നവാസിനോട് പറയാളേ, എടാ പന്നിച്ചൊക്കെ രക്ഷപ്പെട്ടല്ലോ, അന്റെ ഒക്കെ ഒരു ഭാഗ്യ. അപ്പൊ എനിക്ക് ഉറപ്പാണ് രക്ഷപ്പെടുന്നില്ല. ഞാൻ രക്ഷപ്പെടും. ഓക്കെ, പിന്നെ എന്റെ മക്കൾ അവിടെ കാണാൻ വരും. മക്കള് ഒരു അപേക്ഷ ഉണ്ട്, ആ മുടക്കൊന്ന് എന്തേലും പറയാൻ കൊടുക്കും. മുടക്ക് മുട്ടമണി പറയും. അധികകാലം ജീവിച്ചിരിക്കും.
ഹോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് തോന്നിവാസത്തിന് പോയാ പിന്നെ അല്ല അത് പെട്ടെന്ന് അഫിനായിട്ട് ഒരു ഡീല് മുട്ടി. ഓക്കെ അഫി ഹാപ്പിയാണ്. ഞാൻ ബാക്കിയിലോട്ട് അങ്ങ് ഇച്ചെടുത്തില്ല, ഏറ്റെടുത്ത് നിന്നോട് പറഞ്ഞ ഏറ്റെടുത്തു. പക്ഷെ പ്രശ്നം എന്താ വെച്ചാല് ഞാൻ തന്നെ ഏറ്റെടുക്കേണ്ടി വന്നു. അതെ എല്ലാരും കൂടി ആവുമ്പോ അലമ്പാവുണ്ട്, അതുകൊണ്ടാണ്. മന്തിയുടെ മെയിൻ സോ എക്സൈറ്റഡ് ആണ്. നമ്മൾ ഇത്രയും ടീമിനെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി അതാണ് വൃത്തി. ഒറ്റയ്ക്ക് കുറച്ച് അതാണ് നല്ലത്. 5 കൊല്ലം കഴിഞ്ഞിട്ട് എന്നോട് എനിക്ക് എന്താ പറയാനുള്ളത്? ആരോട്? എന്നോട് തന്നെ. 5 വർഷം കഴിഞ്ഞാൽ അന്നെ തന്നെ കാണുമ്പോ എന്താ എനിക്ക് പറയാനുള്ളത്? 5 വർഷം കഴിഞ്ഞിട്ട് ഈ വ്ളോഗ് കാണുമ്പോ എന്നോട് എനക്ക് എന്താ പറയാനുള്ളത്? അനക്കെന്നെ എന്താ എന്നോട് പറയാനുള്ളത്? ഫ്യൂച്ചർ മെസ്സേജ്. ഡോണ്ട് ഡു എനിത്തിങ് വിത്തൗട്ട് മൈ കൺസേൺ. യുവർ കൺസെന്റാ? ഓക്കെ, താങ്ക് യു. താങ്ക് യു. 5 വർഷം കഴിഞ്ഞിട്ട് ഒന്നും പറയല്ല. ആഫ്റ്റർ 5 ഇയേഴ്സ് എന്നോട് തന്നെ എനിക്ക് എന്താ പറയാനുള്ളത്? പറഞ്ഞോ എന്തും പറയാം. ഇപ്പൊ എന്താ തോന്നുന്നത്? പെട്ടെന്ന് പറയും. മൈക്ക് വെച്ച് പറയും. എന്താണോ ചെയ്യുന്നത് അത് കറക്റ്റ് ആണ്. നോ റിഗ്രറ്റ്സ്. റിഗ്രറ്റ് ഇല്ല. പറയും. എന്താണ് പറയും. കാണിച്ചോ. ഓ, അപ്പൊ നിങ്ങൾ അങ്ങനെയാണ് എല്ലാരും കാണണേ. മോശാണ്. അടുത്തൊരു 10 കൊല്ലം കഴിഞ്ഞിട്ട് എന്താ നിങ്ങൾ പറഞ്ഞു ഉദ്ദേശിച്ച്? ഓക്കെ. അല്ല ഞാൻ അതിനൊക്കെ എതിരാണ്. ടിഷ്യൂ എന്തിനൊക്കെ? വേർക്കുണ്ടോ? ഇല്ല, ഇപ്പൊ വേണ്ട. ഞാൻ ഓക്കെ. വേണം, ടിഷ്യൂ വേണം. ഇവിടെ വന്നാ സൂപ്പർ കോമഡി. ഇനി അടിക്കരുതേ. വലിയ പ്രശ്നം. ആഫ്റ്റർ 5 ഇയേഴ്സ് വേർ വിൽ ബി യു? എവിടെയായിരിക്കും? ഇതിന്റെ ഇംഗ്ലീഷ് തെറ്റാണ്, എന്നാലും ഞാൻ പറയാം. അങ്ങനെ ഒന്നും ചോദിക്കരുത്. ഒരു പ്ലാനിങ്ങും ഇല്ല ഇപ്പൊ. ഇൻഷാ അല്ലാഹ് എവിടെയെങ്കിലും കണ്ടാവില്ല നമ്മള് നല്ല നന്നായിട്ട്. ഞാന് യൂറോപ്പില് ഇങ്ങന്നാളിട്ടാ. ശരിക്കും എവിടേക്കാണ്? യൂറോപ്പിക്കാണ്. ഏത് യൂറോപ്യൻ കൺട്രി? ഒരു കൺട്രീന്റെ പേര് പറ. ഫ്രാൻസ്. പക്ഷെ എനിക്ക് ഇഷ്ടം, ഇക്ക് പോവാ ഇഷ്ടം എന്താണ് ലറ്റീവിയ അങ്ങനത്തെ എനിക്കും അറിയില്ല. ലാറ്റ്വിയ അതാ തോന്നുന്നു. എന്തിനാണ്? എനിക്ക് തന്നെ അറിയില്ല. പിന്നെ എന്തിനാണ് അത് പോണേ? ഞാൻ അവിടെ ഇന്ത്യൻസിന് ഭയങ്കര ഡിമാൻഡ്. അത് 5 കൊല്ലം 5 കൊല്ലം കഴിഞ്ഞിട്ട് എവിടെ ആയിരിക്കും? അവിടെ ആയിരിക്കും. അപ്പൊ നാട്ടിൽ വരുമ്പോ ഇവിടെ ആവും. ഓക്കെ, ഇൻഷാ അല്ലാഹ് അവിടെ ആയിക്കാരല്ലേ. 5 കൊല്ലം കഴിഞ്ഞാൽ എവിടെ കാര്യം? 5 വർഷം കഴിഞ്ഞാൽ എവിടെ കാര്യം? പെരേല്. ഫ്യൂച്ചറില്ലാത്ത പെണ്ണാണ്. സ്വിറ്റ്സർലാൻഡാണ് ഫ്യൂച്ചർ. എന്റെ ഫ്യൂച്ചർ പ്ലാൻ. ഓക്കെ, ഇൻഷാ അല്ലാഹ് എല്ലാം റെഡി ആവട്ടെ. എന്റേതോ? ഞാന് പഠിച്ചിട്ട് ഇങ്ങോട്ട് നോക്കി. ദുബായ് അബുദാബി പോണെന്നാണ് പ്ലാന്. ദുബായ് പോണല്ലേ. അപ്പൊ 5 കൊല്ലം കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഓക്കെ, അവിടെ ഉണ്ടാവുക? ഞാൻ ദുബായ്ക്ക് പോകും. പിന്നെ ഒരു 3 കൊല്ലം കഴിഞ്ഞാൽ ദുബായിൽ നിന്ന് നെതർലാൻഡ്സ് പോകും. പിന്നെ അവിടുന്ന് ഒരു 4 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ ജർമ്മനി പോകും. 5 കൊല്ലം കഴിഞ്ഞിട്ട് in 5 years മിക്കവാറും ദുബായിലെ ഇക്കാരം. താങ്ക് യു. പറയണ്ട. 5 കൊല്ലം കഴിഞ്ഞിട്ട് എവിടെ ആയിരിക്കും? അത് മൈക്ക് പറയും. 5 കൊല്ലം ഇൻഷാ അല്ലാഹ് എവിടെയെങ്കിലും ഉണ്ടാവും. എവിടെയെങ്കിലും ഉണ്ടാവും. 5 വർഷം കഴിഞ്ഞിട്ട് എവിടെ ആയിരിക്കും? എവിടെയെങ്കിലും ഉണ്ടാവും. ഒരു പ്ലാനും ഇല്ല. പ്ലാൻസ് ഇല്ല ഇപ്പൊ. ഓക്കെ, 5 കൊല്ലം കഴിഞ്ഞിട്ട് എവിടെ ആയിരിക്കും? രക്ഷപ്പെടും. ഇൻഷാ അല്ലാഹ് എവിടെയെങ്കിലും ഉണ്ടാവും. 5 വർഷത്തിൽ അതില് പറയും. UK ആണ് പ്ലാന്. യുണൈറ്റഡ് കിങ്ഡം. ഓക്കെ, 5 വർഷം കഴിഞ്ഞിട്ട് എവിടെ ആയിരിക്കും? പെട്ടെന്ന് പറയും. ഫുഡ് വന്നു, എല്ലാരും തീറ്റ തുടങ്ങി. ഫുഡ് കഴിച്ച് എല്ലാരും ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ വരുന്നതായിരിക്കും. ലെഗാണ് കിട്ടിയത്. ഇത് ലെഗാണല്ലോ. ലെഗും ചെസ്റ്റ് അറിയില്ലല്ലേ? പിന്നെ ഇവള് അറിയാണേ എനിക്ക് ചെസ്റ്റ് കിട്ടിയെന്ന്. അല്ലേ, അനക്കെന്താ കിട്ടി?
അങ്കെന്താ ചെസ്റ്റ് ആണല്ലേ? അത് ലെഗാണ്. അങ്കെന്താ പീസ്? ചെസ്റ്റ്. അനക്ക് ചെസ്റ്റ് കിട്ടിയല്ലേ? ഒന്നും കിട്ടിയില്ലേ? അനക്ക് സീറ്റ് പിടിച്ചാ പറഞ്ഞിട്ട് പിടിച്ചാ? സീറ്റ് പിടിച്ചാ? അതിനുള്ള ഓക്കെ. ചിക്കൻ കിട്ടിയില്ല? ചിക്കൻ കിട്ടിയില്ലേ? ചിക്കൻ പീസ് കിട്ടിയില്ലേ? It's not about the place, it's about people. പീപ്പിളോണ്ട് കുടുങ്ങിക്കണു. അഞ്ചുമേ എടുത്തോട്ടോ. സ്നേഹമാണ് അഗ്രസാരമൊഴിയിൽ. ഷാമില് പറഞ്ഞത് നമ്മള് മറ്റേ എന്താണ് മറ്റേ സംഗമത്തിന്റെ വൈബാണ് ഇതാണ് അല്ലേ? നല്ല വൈബായില്ലേ? നൈസ്. അപ്പൊ ഫുഡ് അടിച്ചോളിട്ടാ. ഫുഡ് അടിച്ചോളി എല്ലാരും ഞാൻ ഡിസ്റ്റർബ് ചെയ്യണില്ല. എല്ലാരും ഫുഡ് കിട്ടിയില്ലേ? കിട്ടും വെയിറ്റ് ചെയ്യട്ടാ. ഉഷാറല്ലേ? ഫുഡ് കിട്ടിയാ? രണ്ടാളും ഒരു പ്ലേറ്റ് എന്നാന്ന്? നിങ്ങള് ഹാപ്പി അല്ലേ? കുറ്റപ്പെടുത്തുകളെ നിങ്ങൾ എങ്ങനെയാണ് നേരിടണേ? തിന്ന് നേരിടൂല്ല. എങ്ങനെ നേരിടും? ഇങ്ങനെ മിണ്ടായിരുന്നു നേരിടും. അല്ലാതെ നല്ലൊരു പ്ലാനാണ്. അണി ഉടമസ്ഥ ഇല്ലാതെ ഇരിക്കണ്ട്. ആർക്കെങ്കിലും ആണേ വന്ന് കൊണ്ടുപോവാ. ഞാൻ അവിടെ പറഞ്ഞോളാം. ലെഗാണോ ചെസ്റ്റ് ആണോ കിട്ടി? ഒന്നും കിട്ടിയില്ല. അങ്കെന്താ കിട്ടി? ചെസ്റ്റ് കിട്ടി. ഇത് ചെസ്റ്റ് അല്ലല്ലോ. ചെസ്റ്റ് അത് ഈ തുമ്പെന്താ? അതെന്താണ്? കൺഫ്യൂഷൻ ആയോ? ഇവിടെ ഒരു ഹണി മുടമസ്ഥനൊന്നും ഇല്ലാതെ മുടമസ്ഥൻ ഹണി. എടാ ഹണി ഒന്ന് കൊണ്ടേ കൊടുത്താ. ആ ഹണി ഒന്ന് കാട്ടിക്ക. കൊണ്ട എന്നാ പാത്രത്തോടെ കൂടി ഹണി. ചെക്കന്റെ സ്നേഹം ഒന്നുള്ളൂ. അലമ്പാണ് ഗൈസ്. അലമ്പ്. അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാതിരിക്കട്ടെ. കിട്ടിയില്ല. ചിക്കൻ കിട്ടിയില്ലേ? ഇപ്പൊ കിട്ടും. എല്ലാവർക്കും കൂടി ഉള്ളതുകൊണ്ടാണ്. അതാണ് പ്രശ്നം. ശരി എന്നാ ഒരു സൈഡ് എന്നാ ഞാൻ കേറിയിരിക്കാം. ഓക്കെ ഗായ്സ്, ഇന്റെ ഫുഡ് പെരിപെരി വന്നിട്ടില്ല. പെരിപെരി എന്റെ പെരിപെരി വന്നില്ല. പെരിപെരി കിട്ടും. ഇപ്പൊ കിട്ടുട്ടോ. അപ്പൊ ബ്ലുപ്പ് അടിച്ചാ. ബ്ലുപ്പ് മന്തി തിന്ന് കഴിഞ്ഞു ഗായ്സ്. ഇതാണ്ട ഇരിക്കണണ്ട ആടി. മയോണൈസ് ഇല്ല. ഈ കാണുന്ന എന്താ? മയോണൈസ് അല്ല. ഞങ്ങക്ക് കാക്ക തൂറിയ പിന്നെ കാക്കന്റെ ഇതെന്താ നമ്മള് ഫുഡിന്റെ അവിടെ ഇരുന്നിട്ട് മറ്റേ വർത്താനം പറയണില്ല. അല്ല ശ്രുതിക്ക് നമ്മളെ എല്ലാരും ഇരുന്ന് കൊടുക്കാം. റാത്തായോ? അൽഹംദുലില്ലാ. ശ്രുതിക്ക് എല്ലാരും ഇരുന്ന് കൊടുക്കാരാ. പിന്നെന്താ? ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ വേണ്ടല്ലേ? വ്ളോഗുള്ളതുകൊണ്ട് വേണ്ടല്ലേ? നീച്ചോടി. എല്ലാരും തിരക്ക്. ഷിബിലുവിനൊക്കെ പെപ്സി കിട്ടാഞ്ഞിട്ട് അടി. എന്തൊരു കുത്തി ഇപ്പോഴും ഇവിടെ എന്താണ് രണ്ട് പേർക്ക് ഫുഡ് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നൊരു ഫുഡ് വേണ്ട. പുറത്തു പോയിണ്ടോ? മൈക്കാൻ അടുത്ത ആൾക്ക് കൈമാറ ഇവിടെ സെറ്റ് അല്ല. മന്തി എന്താ പാട്? മന്തി ഇഷ്ടപ്പെട്ടോ? അത്ര ഇഷ്ടപ്പെട്ടില്ല. കിടിലം. അത് കൊറേ ക്വാണ്ടിറ്റിയിൽ ഓർഡർ ചെയ്യുമ്പോ മന്തി പോരാതെ. അത് മാക്സിമം നമ്പർ ഓഫ് മന്തി തിന്നാൻ പോണ ഇതൊരു ഫ്ലവർ നമുക്ക് അത് കിട്ടൂല. അത് ഇത്ര ആളുണ്ട്. ഇത് കണ്ടില്ല എങ്ങനെ നീണ്ടു കിടക്കണം. അവിടം വരെ ഉണ്ട്. എത്ര ആളുണ്ട്? 30-40 ആളുണ്ട്. ചോദിച്ചാ ജി മന്തിക്കടന്റെ സിഒ ആണ്? അല്ല, ഞാൻ മൊയിലാളി. നിങ്ങൾ ഇവിടെ ഒന്ന് തിന്നണോക്കെ. തുടക്കി മോളില്. കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇതാണെന്നാ പറഞ്ഞു.
പരാതി പറഞ്ഞോളാം. കൊന്നു കിട്ടിയില്ല. ഞാനും ബർസും ഇവിടെ വെറുതെ വന്നിരുന്നതാ. അപ്പുറത്തിരുന്ന് ഒരുത്തൻ കടിച്ചു പറിക്കുന്നുണ്ട്. ദിവസം മുതലായില്ലേ വന്ന്? ആ ഇതാണ് കോട്ടൊക്കെ വന്ന് തിന്നാതെ പോവില്ല. അതെല്ലാം ശരിക്കും വിശപ്പ് നിന്നടാ സത്യം. പഠിച്ചോനാണ് എന്റെ വിശപ്പ് നിന്നോണ്ടാ സത്യം. സത്യം കൊറേ നേരമായിരിക്കും സാധനം. പിന്നെ സപ്ലൈ സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഓവർ സാധനമായോ? കിട്ടിയോ? ഹാപ്പി അല്ലേ? തിന്നാൻ കിട്ടിയപ്പോ എല്ലാരും ഹാപ്പിയാ. എല്ലാരും അലമ്പോ ഒരുത്തൻ കമത്തണുണ്ടോ? തൊള്ളേക്കാണ് കമത്തല്ലേ സാധനം കിട്ടിയപ്പോ തന്നെ. കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ അൽഫാം കിട്ടിയില്ല. ക്യാൻസൽ ചെയ്തല്ലേ? അവിടെ ആണെങ്കിൽ ഇപ്പൊ ഓവറായിട്ട് പ്രശ്നമായി. സാധനം ഇപ്പൊ കൊണ്ടുപോയി കൊടുത്തു കൊറേ വേണ്ടാറിട്ട്. വ്ലോഗ് കട്ട് എന്നാലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ വ്ളോഗ് ചിക്കന് ജീവനുണ്ട്. നമ്മള് പറഞ്ഞോ നമ്മളെന്താ ഞങ്ങളാരും കൂട്ടാതെ എടുക്കും. ഇവ വന്നില്ല. നമ്മള് മന്തി കഴിച്ചില്ലേ? ഇഷ്ടപ്പെട്ടോ? മന്തി കഴിച്ചു. അമൂല് പോയി. അമൂലോ? അന്ന് തീ പറയല്ല, ആൾക്കാര് പ്രശ്നാക്കും. മന്തി കഴിച്ചു കഴിഞ്ഞു. അത്ര ഉഷാറല്ലെങ്കിലും എല്ലാരും കൂടുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ. ഇഷ്ടായി അതല്ല, എല്ലാരും കൂടുക എന്നുള്ള കുറച്ച് പ്രശ്നമുണ്ട്. അപ്പൊ എല്ലാരും കൂടുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ. അതെന്തായാലും നടന്നു അല്ലേ? നമ്മള് തമ്മിലല്ല പറഞ്ഞോ എന്താണ്? ഞങ്ങൾ തമ്മിലൊന്നുമില്ല. എല്ലാരും കൂടെ ഇങ്ങനെ മന്തി കഴിക്കാൻ പോവില്ല. പക്ഷെ ഞാനൊരു ഭാഷ പോട്ടോ. ഞങ്ങള് പോയി. ഞങ്ങളെ അയൽവാസികളല്ലേ. അപ്പൊ നമുക്ക് ഇനി എല്ലാരും ഫീഡ്ബാക്ക് വഹിക്കാം. തെറികളി കിട്ടും എന്നാലും ഫീഡ്ബാക്ക് വഹിക്കാം. ഇവിടെ ഒക്കെ നിക്കണില്ല. നൃത്തം കണ്ടാലേ അറിയാ പറ്റിയിട്ടാണ്. എന്താണ് എന്താ പറയണ്ടത്? ഫീഡ്ബാക്ക് പറയും. പറഞ്ഞിട്ടാണ് അവിടെ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾക്ക് പറ്റിയോ? ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഫുഡ് ക്ലാസ്സിലെ ഏറ്റവും വലിയ ചാമ്പ്യൻ ആരാലോ? ഏറ്റവും വലിയ നല്ല ചാമ്പല്. ഞാൻ പറയാം. എനിക്ക് മനസ്സിലായി. എനിക്ക് എന്താന്ന് മനസ്സിലായി. ഞാൻ സ്ഥലത്ത് ഫുഡ് കഴിക്കായിരുന്നു. മുണ്ടല്ല ഞാൻ പറട്ടെ. ഇതേ വ്ളോഗിൽ ഇമ്മാര് അലമ്പോ ഞാൻ വെച്ചില്ല. ഞാൻ രണ്ടാളില്ല. വിട്ടിക്ക് ഞാൻ പറഞ്ഞേക്കെ മൈക്കൻഡേക്കിന് ഞാൻ ഫുഡ് കഴിക്കായിരുന്നു. ഇരുന്ന സ്ഥലത്ത് ഇരുന്നു. 5 മിനിറ്റ് ഇരുന്നപ്പോ ഇവിടെ പറഞ്ഞ നമ്മ കണ്ട ഒപ്പം കഴിക്കാറുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കാറ്. ഇരുന്ന് വർത്താൻ പറയുമ്പോ ഷിബിൽ ആണ്ട് വിളിച്ചു. ഷിബിലിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ ആണ്ടില്ല, അവിടെ ഇരിക്കാണ്. വലിച്ചു കൊണ്ടുപോയി അവിടെ ഇരുത്തി. ഇരുത്തിനാന്ന് പറഞ്ഞാൽ എല്ലാവരും വീഡിയോ എടുത്താണ്ട് വരാറ്. വീഡിയോ എടുത്ത് വന്നപ്പോ സീറ്റ് ഫുള്ളായി. ആണ്ട് വലിച്ചോണ്ടിരിക്കാണ്ട് സീറ്റ് ഫുള്ളായി. ഓൾക്കൊന്ന് പറയാ ഇവിടെ സാധ്യത ഇരിക്കാണ്ട്. എന്തുണ്ടായി അറിയോ? ഞാൻ സാധു ഒപ്പം ഫുഡ് കഴിക്കായിരുന്നിട്ട് അപ്പൊ ഷിബിലി ഞങ്ങളെ വിളിച്ചപ്പോ ഞാൻ സാധ്യത വിളിച്ചു. സാധ്യത നമുക്ക് അവിടെ പോയി ഇരിക്കാം. ഷിബിലി എത്ര പ്രാവശ്യം വിളിച്ച് പറഞ്ഞു നമ്മൾ രണ്ടാളും അവിടെ തന്നെ ഇരിക്കാ വിചാരിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ ഷിബിലിന്റെ അടുത്തേക്ക് പോയിട്ട് ഇപ്പൊ നീച്ച് പോയത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ തന്നെ അവിടെ കുട്ടികൾ വന്നിരുന്ന്. അപ്പൊ സംഭവം കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഓൻ പിന്നെ തെറ്റി. അഞ്ഞ് ഒരു കാര്യം ചെയ്യും. ഇവിടെ ഒരു സാധനം ഉണ്ട്, മലായി അമൂല്യ, അത് പോയി തന്നോളി. അപ്പൊ താങ്ക് യു. അത് ഞങ്ങള് തിന്നു കഴിഞ്ഞു. എന്തായാലും ഞാൻ പറയാം, അന്നെ വിളിക്കട്ടോ. ഓക്കെ അല്ലേ? മലായി പോവാ. മലായി നിങ്ങൾ മലായി പോകണ്ടോ? ഞാൻ ഫീഡ്ബാക്ക് എടുത്തിട്ട് വരാം. ചോദിച്ചിട്ട് ഇപ്പൊ വരാം. വരും. മലായി ക്യാൻസൽ. ജി വാങ്ങി തരുന്നുണ്ടോ? ആർ യു ബൈയിങ്? ആർ യു ഫോർ ഷുവർ? നമ്മൾ കാണാൻ പോകുന്നത് ഇവരൊക്കെ പറഞ്ഞ ഏറ്റവും വലിയ ചാമ്പൻ ഷിബിലു റഹ്മാൻ. ഇവരൊക്കെ പറഞ്ഞ ചാമ്പലിന്റെ കാര്യം പറഞ്ഞതിന് മുമ്പ് ഞാൻ അപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഏറ്റവും വലിയ ചാമ്പൻ. അവരൊക്കെ പറഞ്ഞ ഏറ്റവും വലിയ ചാമ്പൽ ഷിബിലു റഹ്മാൻ. ഷിബ്ലു അല്ല വേണ്ട അവിടെ ഇപ്പൊ പോയാ നല്ല തെറിവിളി കിട്ടും. അവിടെ എന്തോ ചാലഞ്ച് ഉണ്ട്. ചലഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടോ? റംല റഫീഖ് ഫോളോ ചെയ്തിക്കണോ? ഇല്ല, ഫോളോ ചെയ്തിട്ടില്ല. ചെയ്യോ? ഫോളോ ചെയ്ത എന്താണ്? അജ്മൽ ആദവനാട് തന്നെ അക്കൗണ്ട് പൈസ തരുമോ? പൈസ അജ്മൽ ആദവനാടോ? അജ്മൽ വടക്കി കൊളമ്പ് എന്നുള്ള അക്കൗണ്ട് ഫോളോ ചെയ്തിക്കണോ? ഇല്ല, ഫോളോ ചെയ്തിട്ടില്ല. അത് ചെയ്തിക്കണേ നോക്കൂ, ചെക്ക് ചെയ്ത് നോക്കൂ. ഇപ്പം ചെയ്തിക്കണ്. അജ്മൽ ഫാ എന്ന പേര്. അജ്മൽ ഫാ.
എന്താ സൗണ്ട് ഒരു പഴം തിന്ന പോലെ ഹലോ ഹലോ ഇത് ഫുള്ള് സെർച്ചില് പെണ്ണുങ്ങളാണല്ലോടാ. ഫോളോ ചെയ്തിക്കണേ അല്ല ഫോളോ ചെയ്തിക്കണേ അപ്പൊ എണ്ണ കെണ്ണണ്ടാ നീ. ഓക്കെ ഓക്കെ അടുത്ത പൈസ കിട്ടിയില്ല ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം കേട്ടോ. പറയാനുള്ള കാര്യങ്ങൾ മനസ്സിലായി, അതുകൊണ്ട് ഞാൻ ഇപ്പൊ വരും. എന്താണ് ഇവള് അമൂലില് പോയിട്ട് നിക്ക് ഞാൻ പറയട്ടെ, ഇത് 5 വർഷം എന്ത് പിടിച്ചോ, 5 വർഷം കഴിഞ്ഞിട്ട് ഇത് കാണാനുള്ളതാണ്. അമൂലില് പോയിട്ട് ഇത് കേക്കട്ടെ. അമൂലില് പോയിട്ട് കാക്ക ബ്ലൂബെറി മലായി വേണം, ബ്ലൂബെറി തന്നെ അല്ല ചോദിച്ചു. അല്ല കുട്ടിയ മൾബറി ആണ് പറഞ്ഞു. അങ്ങനല്ല, ഓള് കേറി വരികയാണ്. എന്നാ പറഞ്ഞ അവിടെ ഷഹ്തൂത്ത് മലായി എന്നാണ് എഴുതിക്കണം. അപ്പൊ അത് മൾബറി തന്നെയാണോ അറിയാൻ വേണ്ടിട്ട്. അല്ലല്ലല്ലല്ലല്ലല്ല ഇത് മൾബറി തന്നെ ആണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചല്ല. ഞങ്ങള് ഞാൻ അവിടെ നിക്കാണ്, ഓള് കേറി വന്നിട്ടാ. അതില് മലായി വേണമെന്ന് പറഞ്ഞു. അപ്പൊ നീ പറയും ഡയലോഗ് വരെ ആദ്യം. ഓളെ ഡയലോഗ് ബ്ലൂ മലായി ഇല്ലേ ചോദിച്ചു. മലായി ഉണ്ട്, മലായി ഉണ്ട് പറഞ്ഞു. ബ്ലൂബെറി തന്നെ അല്ലേ അങ്ങനെയാണ് ചോദിച്ചത്. അതില് മൂപ്പര് പറഞ്ഞു അല്ല മൾബറി കണ്ടോ. അല്ല മൾബറി ബ്ലൂബെറി അല്ലേ? അതന്നെ 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 അതന്നെ. ഷഹ്തൂത്ത് മലയില് ബ്ലൂബെറി തന്നെ അല്ലേ? അതന്നെ ചോദിച്ചു. ചോദ്യമൊക്കെ പോട്ടെ, ആ ഒരു സംഭവം തന്നെ നമുക്ക് അവിടെ ക്യാമറ ഉണ്ടോ ചെക്ക് ചെയ്യാം. പാവായിട്ട് ചോദിച്ചാൽ എങ്ങനെയാണ്? എനിക്കൊരു പ്രശ്നം ചോദിച്ചാ ഇക്ക ഇവിടെ മൾബറി ആണോ ബ്ലൂബെറി ആണോ? ഓക്കെ ഓക്കെ. അത് സത്യങ്ങൾ പുറത്തു പറയുമ്പോ എല്ലാവർക്കും ദേഷ്യം വരും. അല്ല നോണേണ്. ഓക്കെ, പരാതി എന്താ? ബന്ധങ്ങൾ അവസാനിച്ചു. എന്നാ പോ, വിട്ടുപോ. മലായി അയച്ചോ? വണ്ടി തട്ടിച്ചാവല വാങ്ങിത്തരാ. അത് വരച്ചപ്പ വരാ. ഇവിടെ മലായി ഉണ്ട്, മൾബറി മലായി. ഇതാ ഇപ്പൊ വരാം. തസീല് പഠിച്ചു തരോ? എനിക്കൊന്നും നീയാ ആണ്ട് ഉണ്ണിയാലിക്ക് വരാൻ പറയും. ഇത് കഴിഞ്ഞിട്ട് കോട്ടക്കൊന്ന് ഉണ്ണിയാലി പോവാ. എനിക്ക് തലക്ക് സുഖയ്യ. എത്ര ബിള് പറയണേ? കോട്ടക്ക് ഉണ്ണിയാലിക്ക് പോണാലോ. ഓളല്ലാതെ വരൂല. ഡ്രസ് ഫുൾ ഡെനിം. എന്താണ് ഡാൻസിന് രസമുണ്ട്. ഇതെന്താ കോലം? ഫിറ്റിന്റെ പേരെന്താ? ട്രെൻഡോ? തെണ്ടിയാണ്. പോയിക്കോ അവിടുന്ന്. ഒരു രസമില്ല. ഈ പാന്റ് ജനിച്ചപ്പോ കിട്ടിയതാണല്ലോ. എന്താ പറയണ്ടേ? ജോഗ്യ സെയിം ആണല്ലോ ഇത്. അല്ല, ഈ പാന്റ് കണ്ടാലും ഫെയ്ഡാന്നല്ലേ പറയുള്ളൂ. ഇത് ഫെയ്ഡാ, പക്ഷെ ഇത് നരച്ചതാ. നരച്ചാണല്ലേ? പുതിയ ഡെനിം ഫെയ്ഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. പുതിയ മേടിച്ചല്ലേ? ഓക്കെ. നമുക്കുണ്ടാ പ്രശ്നം. മന്തി ഇഷ്ടപ്പെട്ടോ? മന്തി ഇഷ്ടപ്പെട്ടു. ആവറേജ് എക്സ്പീരിയൻസ്, കിലോ ആവറേജ് എക്സ്പീരിയൻസ് അതിൽ കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്തു. മഞ്ഞളിൽ നിന്ന് രാത്രി വരിക, അതേപോലെ ഒരു 5 ആളി കൂടുതൽ വരാതിരിക്കുക. അതെ. അല്ല, ഞാൻ അടുത്ത പ്ലാൻ എന്താ? കലോഞ്ച് അങ്ങോട്ട് പോകുമ്പോഴോ അതില് വണ്ടി മറിച്ചിടും പറഞ്ഞു കേട്ടോ. ആ വീഡിയോ എടുക്കണം കേട്ടോ. മറിച്ചിടേ ആ ടോള് വണ്ടി കയറി. ടോള് മറിച്ചിടാൻ വണ്ടി മറിച്ചിടാന്ന് പറയും. എന്ത് മൂസിനെ കളിയാക്കണേ? എന്താ മ്യൂസിക് കളിയാക്കണേ? എന്നിട്ട് എന്താ പറയാനുള്ളത്? സൈനിങ് ഓഫ് അല്ലല്ലോ. സൈനിങ് ഓഫ് ഒന്നല്ല. അപ്പൊ അടുത്ത നമ്മൾക്ക് എനിക്ക് പെങ്ങൾക്കൊരു സൈൻ ലെമ വാങ്ങിച്ചു കൊടുക്കണം. മലായി വേണ്ട. അല്ല, സൈൻ ലെമ വേണം. നമ്മളെ 3rd ആനിവേഴ്സറി ആണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് കുക്കാലോഞ്ച് പോവും. സെറ്റ് ആക്കണം ചെക്കന്മാരെല്ലാരും. ശ്രുതിക്ക് വൈകിയാണ് ചിക്കൻ കിട്ടിയത്. അതില് സങ്കടം ഉണ്ടാവും ഇല്ലേ? സങ്കടം ഉണ്ടാവാൻ പാടില്ല, കാരണം ഇതിലൊന്നും അതിൽ കാര്യമില്ല.
മന്തി എന്നാ വന്നു വെച്ചിട്ട് നല്ല അടി അടിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഉണ്ട് കേട്ടോ, തെളിവുണ്ട്. വീഡിയോ വ്ളോഗ് വരുമ്പോ നോക്കിവെച്ച് നല്ല നല്ല കഴിച്ചില്ല. ഞാൻ കണ്ടില്ലടാ, ഞാൻ ഈ തലക്കല ആ ഓക്കെ. ഞാനല്ല അതവിടെ വേറെ ആരെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ? ബാക്കിയോ ഫുഡോ? ഫുഡ് ബാക്കിയൊക്കെ എന്നോട് ആരാ പറഞ്ഞേ? ബാക്കി വെച്ചോ? ആ ബാക്കി വെച്ചു. ഓള് ബാക്കി വെച്ച്, ഇവള് ബാക്കി വെച്ച്. പറയല്ലോ കൂടുതൽ കഴിക്കരുത്. ബാക്കി വെച്ചിട്ടില്ല, ഇവള് ഫുള്ള് നിന്ന്. ഈ കാരണമാണ് ഞാൻ ഒന്നും കഴിക്കാത്തത്. നല്ല കാര്യമാണ് തടി പറയണോട്ടോ. അതിനെന്താ, പൈസ പോയാലും തടി പറയണം. നമ്മളൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണ്. ഒന്നും നിന്നില്ലേ? ഒന്നും നിന്നില്ല. ചിക്കൻ ഫുള്ള് ബാക്കിട്ടു. പൈസ നഷ്ടല്ലേ? മന്തി ഇഷ്ടപ്പെട്ടോ? മന്തി കുഴപ്പമില്ല. റൈസ് ഇതെന്താ? ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു മിനിറ്റ്. മന്തി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഹണി ടേസ്റ്റ് ഉണ്ട്. റൈസ് എനിക്ക് വല്ലാതെ പിടിച്ചിട്ടില്ല. എന്തോ വേവാത്ത പോലത്തെ ചെറിയ ഫീൽ. വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാനില്ലേ പെരിപ്പരി തിന്നില്ലാണ് പെരിപ്പരി മേടിച്ചിട്ടോ. പക്ഷെ പെരിപ്പരിനെക്കാട്ടി ടേസ്റ്റ് ഹണിയായിരുന്നു. ആണോ? എനിക്ക് കുഴപ്പമില്ല. ഹണി നേരത്തെ കഴിച്ചതാ, പക്ഷെ അത് നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അത് തീരെ രസം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടുത്തെ ഹണി നല്ല ടേസ്റ്റ് ഉണ്ട്. രസമുണ്ടല്ലേ? എന്നോട് എല്ലാരും പറഞ്ഞു ഇവിടുത്തെ പെരിപ്പരി അടിപൊളി. ഞാൻ പെരിപ്പരി മേടിച്ചു. ഇഷ്ടപ്പെട്ടില്ല? കുഴപ്പമില്ല. അത് അങ്ങനെയൊക്കെ തന്നെ, ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാവും. റിഗ്രറ്റ് അടിക്കാൻ പാടില്ല. മലായി 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 വേണ്ടേ? ഈ മീശ എന്നാ ഷേവ് ചെയ്ത്? അനക്ക് ജലസി വരണ്ട. ഇത് പിടിക്ക്. അനക്ക് അസൂയ വന്നാലോ വെച്ച് എനിക്ക് അത്യാവശ്യത്തിന് മീശ ഉണ്ട്. എനിക്ക് താടി ഉണ്ടായിരുന്നു. താടി ഉണ്ടായിരുന്നു. അത് ഇങ്ങക്ക് സങ്കടം ആവണ്ട വെച്ചിട്ട് ഞാൻ ചെയ്യുന്നല്ലേ. മീശ കാണിച്ചാ വടിച്ചങ്ങ് വെച്ച് ക്ലീൻ ഷേവ് ആണ്. ഓക്കെ, മലായി വേണ്ടേ? വാങ്ങി തരുന്നുണ്ടോ? ഞാൻ വാങ്ങി തരാം. ഓർക്കൊക്കെ വാങ്ങി കൊടുക്കാം. ഞാനല്ല വാങ്ങി തന്നെ. ഇതാ API മേടിച്ചു കൊടുത്തു. കോൾ ചെയ്തൂടെ എനിക്ക്? ഓക്കെ. എന്തുകൊണ്ട് ചെയ്തില്ല? എന്തുകൊണ്ട് ചെയ്തില്ല? അത് അൺഎക്സ്പെക്ടഡ്. എന്റെ അടുത്ത് ഫോണില്ല, എന്റെ പോക്കറ്റ് ഫോണില്ല. നോക്ക്. അല്ലാ മന്തി ശിബിലു. പിന്നെ കൽപ്പഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുന്നേ. 3 വണ്ടി പിടിച്ചിടണം പറഞ്ഞേ. 3 ടോള് പൊട്ടിച്ച 3 വണ്ടി. മുന്നിലുള്ള വണ്ടി സേഫ് ആണ്. ഞാൻ അറിയില്ല പറയണവരൊക്കെ. സംഭവം എന്താണ്ടായിച്ചാല് പറഞ്ഞ ഞാനും റയാനും എന്താ ഞാൻ പറയട്ടെ ഉണ്ടായ സംഭവം ഞാൻ നോക്കുമ്പോണ്ട്. എന്തുണ്ടായെന്ന് വെച്ചാല് ഞാനും റയാനും പ്ലാനാണ് കോളേജിൽ നിന്ന്. എനിക്ക് ലോക്കൽ ബസ്സിൽ തുറന്നു വരുമ്പോ എന്റെ ബാക്കിൽ റയാൻ വരുന്നു. അത് മാത്രം പ്ലാനിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെ എത്തിയപ്പോ റയാന്റെ ബാക്കിൽ ആദിലിന്റെ ബാക്കിൽ ഫോർച്യൂണർ, നഫീലും. 5 വണ്ടിയാ കേറി പോന്നെ. 4 വണ്ടി നേരാണ് കേറി പോകുന്നത്. ഞാനെടുത്തു, ബാക്കിൽ റയാൻ വന്നു. അപ്പൊ ഉണ്ടായത് എന്താ വെച്ചാല് ഗേറ്റ് കൊണ്ട് പൊളിച്ചു. ഇവള് പറഞ്ഞാല് ഇങ്ങനെ നിന്ന സാധനം ഇങ്ങനെ അങ്ങ് ഒടിഞ്ഞു. ഒടിഞ്ഞിട്ട് ഇങ്ങനെ പോയി. അതെ, ഞങ്ങളെ ഹൈറൈഡറിന്റെ മോളിൽ കൂടിയാണ് പോയത്. ഹൈറൈഡറിന്റെ ഞങ്ങൾ മലായി തിന്നു. മലായി തിന്നിട്ടില്ല, കള്ളം. സിബിലാണെങ്കിൽ ഞാൻ കൂടെ. സിബിലിന് സെറ്റ് സംസാരിക്കാനാണെങ്കിൽ എന്നും ഞാനാ കൂടെ. ഓൻ സംസാരിക്കുന്നില്ല, പിന്നെ ഇത് ഇഷ്ടപ്പെടുന്നില്ല. എന്റെ കരിയറിൽ ഞാനുള്ള പറയാം, എന്റെ കരിയറിന് ഏറ്റവും പരിചയപ്പെട്ട ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്റെ മൂസാണ്. അല്ലേലെ കള്ളന്മാര് തമ്മിൽ ഒന്നിക്കുന്നു പറയുന്ന വെറുതെ അല്ല. അത്രക്കും കെമിസ്ട്രി ആണ്. എന്റെ പെണ്ണിനോട് എനിക്ക് ഇത്ര കെമിസ്ട്രി ഉണ്ടാ? സത്യം, നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവും. ഇതൊക്കെ 2-3 കൊല്ലം കഴിഞ്ഞാലും ഉണ്ടോന്ന് മനസ്സിലാവും. ഞാൻ ഇട്ടുന്ന പേര് എനിക്ക് അത്ര ഇഷ്ടല്ലേ, മാട്ടസിബി. ആ ഒരു കാര്യത്തിലാണ് എന്നോട് ദേഷ്യണ്ട്. ഇല്ലില്ല പക്ഷെ നമ്മളിതാ ഇങ്ങനെയാണ്. കുഞ്ചു ദിവ്യ പിന്നെ ഞാൻ പറഞ്ഞോളാം. ദിവ്യ അജു കുട്ടൻ പോണതാ, മളന്തി പോണതാ. കുട്ടൻ ഫോട്ടോ. ഞാൻ വ്ളോഗാണ്. അവർ ഒന്നിക്കുകയാണ്. കപ്പിൾസ് വലിയ വ്ളോഗ് ഉണ്ട്. പിന്നെ എന്തിന്റെ ഫോട്ടോ? അവർ ഒന്നിക്കുകയാണ്, നഫീലും നയനയും. അവർ റോസിന്റെ നിറവിൽ പിങ്ക്. ഈ കളറിന്റെ പേരെന്താ? റൂബി പിങ്ക്. ഓക്കെ, അറിയില്ല. റാണി പിങ്ക്. ഇത് പിങ്ക് ഒന്നല്ലത്. ഓക്കെ, ഇതെന്തോ നേരത്തെ പറഞ്ഞു, ഞാൻ എന്നെ മൈൻഡ് ചെയ്യാതെ പോയി. എനിക്ക് മനസ്സിലായി ഇതെന്തോ പറഞ്ഞു. ഇതെന്താ കയ്യിലെന്താ? മോയ്സ്ചറൈസർ ആണ്. പക്ഷെ എന്റെ സ്കിൻ ഇപ്പോഴും വൃത്തിയായിട്ട സ്കിന്നാട്ടാ. ഉള്ള പറയാലോ, ഇപ്പൊ ആയതാണ്. വളർന്നു വലുതായപ്പോ ആയതാണല്ലേ. 2 ദിവസം ഞാൻ ഒരു മരുന്ന് വെച്ചപ്പായതാ. എന്ത് മരുന്ന്? ഒരാൾ ഇവിടെ എന്റെ മോയ്സ്ചറൈസർ കട്ട് വെച്ച് തോന്നുന്നു. നോക്കാം, വെളുത്ത് വിറങ്ങളിച്ച് നിക്കണതാ.
അതെന്താ അറിയോ? ആ പറയ്. ക്രീമേറ്റ്സിന്റെ വൈറ്റ് കാസ്റ്റ് ഉണ്ടാവില്ല. വൈറ്റ് കാസ്റ്റ് അതന്നെ ഞാൻ പറഞ്ഞേ. ആ ഏതിന്റെ ഒന്നിന്റെ ആണല്ലേ? ഓക്കെ, എനിക്ക് വേണ്ട. ഞാൻ ഇന്റെ ഇത് എന്റെ ഡോക്ടർ എഴുതി തന്നല്ലേ, പിന്നെ ഞാൻ തേക്കാ എന്നാലും ജസ്റ്റ് പറ്റൂല. പോണോ? ഇന്ത്യനൂരോ? ഇപ്പൊ വേണ്ട, പിന്നെപ്പോ നമുക്ക് ഡിലേ ചെയ്യാം. വരുമോ? ഞാൻ എന്താ ഇത് ഞങ്ങള് പിരിയാൻ പോണ്. പിരിയുന്നു കൂട്ടുകാർ നമ്മൾ പിരിയാത്ത നന്മയോടെ, നൊമ്പരങ്ങളും പുഞ്ചിരിയാകും വണ്ടി മൊഴി ഇങ്ങോട്ട് വരും. കരയില്ല കണ്ണ് നീർ പോലും വിട ചൊല്ലി യാത്രയായി. അമീനൊക്കെ പിരിയാൻ പോവാണ്. ആ ഓക്കെ. ആ കട്ട് കട്ട് കാട്ട് കാട്ട് ബ്ലുപ്പ് അടിച്ചാ. ബ്ലുപ്പ് ഇവിടെ ബ്ലുപ്പ് അടിക്കും ക്യാമറമാൻ. ബ്ലൂ. ഇവിടുത്തെ മൻ ഹെൽത്ത് സെക്യൂരിറ്റിന്റെ പേരെന്താ പറയാ? സുശീൽ. സുശീലി. 26 വയസ്സാണ്, നേപ്പാളിനാണ് വരുന്നത്. സുശീലിന് തെസ്നിനെയാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. തെസ്നിനെ ഇഷ്ടപ്പെട്ടു. സുശീലിനെ ഇഷ്ടപ്പെട്ടോ? സുശീലിനെ ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ചോദിച്ചാ Name please. Sushil. From Nepal. तुमको इसको തസ്നെ പറ്റിക്കണം അത്ര. No. This boy is guy. മോളെ കയ്യിൽ നിന്ന് വയ്ക്കണേ. That guy is guy. എടാ ഞാൻ പറഞ്ഞത് ദിസ് ഗായ് ഈസ് ഗേ എന്നാണ്, മാറിപ്പോയതാണ്. ഞാൻ അങ്ങനെ മാറിപ്പോയത്. ഞാൻ CBSE പഠിച്ചു, എനിക്ക് ഇംഗ്ലീഷ് നല്ലോണം അറിയാം. എന്നെ വെറുതെ കളിയാക്കാൻ. പിന്നെ ഇംഗ്ലീഷ് നല്ലോണം അറിയാന്നോ? ഓൾക്ക് നല്ല ഇംഗ്ലീഷ് ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ആക്കണേ. ഫേക്ക് ന്യൂസ് അല്ല, ഞങ്ങൾ ചോദിക്കണേനൊക്കെ ഇംഗ്ലീഷിൽ മറുപടി പറയാൻ പറ്റുമോ? ആദ്യം ഇംഗ്ലീഷ് ചോദിക്കുക. ഇംഗ്ലീഷിലല്ല, ഞാൻ മലയാളത്തിൽ ചോദിക്കാം. ഞാൻ മലയാളത്തിൽ ചോദിക്കാം. ഇംഗ്ലീഷ്. अरे क्या है? नाम क्या है? मेरा नाम बाबू നമ്പൂതിരി. അടുത്ത സുശീലിക്ക്. സുശീലിന്റെ പ്ലേസ് സുശീലിനെ ഏൽപ്പിച്ചതാണ്. സുശീലിന്റെ പ്ലേസിൽ ഞാനായിരിക്കണം. तुम्हारा नाम क्या है? तुम्हारा नाम क्या है? നമുക്കെന്തിനാ? तुम्हारा नाम क्या है? പേരോ? तुम्हारा नाम क्या है? तुम्हारा नाम क्या है? बोलो ബോഡോ ഹേ. बोलो तुम्हारा नाम क्या है? तुम्हारा नाम क्या? बोलो ബോഡോ ഹേ. What's your name? My name is Nefla. My name is Nefla. Where are you living? What's your current address? My address is Malappuram. Padaparambı. What's your father's name? Father's name? Father's name was What's your ambition after degree? My ambition is very large and I want to make my life very enjoyable. What's your current marriage status? What's your current marriage That's status? very funny and very good. How's your husband? Husband is very nice guy and I like him. Like him? Yes. You like him? You love him or like him? But this is not working. So let's end this. Shiblu degrees me at Valancheri. Okay. Shiblu degrees me at. So yeah. So we are currently doing. Can you join with this? Cut 3 minutes. Only 50 minutes remaining. 50 minutes. വീഡിയോയുടെ ലെങ്ത് കൂടിയോണ്ട് 2 ഇംഗ്ലീഷ് കൂടി ചോദിച്ച് ഞാൻ ഇവിടെ കട്ട് ചെയ്യും. എന്താ സർ അങ്കെന്താ വേണ്ടി? എനിക്കൊന്നും പറഞ്ഞാളാ. ഈ 5 കൊല്ലം കഴിഞ്ഞ എന്നോട് എനിക്ക് എന്താ പറയാ? അത് പറയും. 5 വർഷം കഴിഞ്ഞിട്ട് എവിടെ എത്തും? UK. സുശീലിന്റെ ഒരു സ്റ്റുഡന്റ് ഇവിടെ ഇരിക്കണോ? ഇൻഷാല്ല UK എന്തായാലും എത്തട്ടെ. UK എത്തിയിട്ട് എന്താ പ്ലാൻ? അവിടെ ഞാനുണ്ടാവും. UK ഞാൻ PG ചെയ്യാൻ. എന്റെ ഏറ്റവും വലിയ ഡ്രീം എന്താ? ഡ്രീം ഒന്നുമില്ല. ഇതിങ്ങനെ മുണ്ടായിരിക്കാൻ മൈക്കിന്റെ ആവശ്യമുണ്ടോ? അല്ല UK ഒരു വിസ അയച്ചാനോട്ടോ എനിക്ക്. ഓക്കെ, എന്നിട്ട് എന്തിനാ എനിക്ക് UK പോവാനാ? UK പോയിട്ട് UK പോവാതെ പോലും ഇംഗ്ലീഷ് ഇത്ര അറിയണ വേറെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. Decrease me here, Shiblu. Yes, English from the college and decrease at the Valancheri. പിന്നെ you from where? ഇത് നടക്കില്ല. You from where? I am from പടപ്പറമ്പ്. പടപ്പറമ്പല്ലല്ലോ, ചേണ്ടി പാങ്. പാങ് ചേണ്ടി. നോവേ. പാങ് ചേണ്ടി എന്നാണ് ഗായ്സ് ഇവിടെ. നോവേ. I am from പടപ്പറമ്പ്. ഓക്കെ, നമുക്ക് ശിബിലോ. This is not working.
ദിസ് ഈസ് വാക്കിംഗ് സ്വീറ്റ് സ്പോട്ട് ഏതാ? സ്വീറ്റ് സ്പോട്ട് നായി അല്ല സ്വീറ്റ് സ്പോട്ട് ചോദിച്ചപ്പോളേ സൈലബാദ് കൊള്ളാം. ഈ ചോറിനല്ലേ അതോ പയമ്പരിയാ? പയമ്പരല്ല പാൽപ്പൊടി. പാൽപ്പൊടി. ഇത് പാങ്ങില് പാൽപ്പൊടി കിട്ടൂല, പാൽപ്പൊടി കിട്ടുള്ളൂ. സോ ലുപ്പടിച്ച് എന്റെ ഇതാ. അപ്പൊ ഞങ്ങൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഇല്ല, അടുത്ത വീഡിയോ ആയിട്ടല്ല, അപ്പൊ തന്നെ വ്ളോഗ് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇവിടെ വെച്ച് ഫിനിഷ് ചെയ്യാണ്. അല്ല മൂസി? അതെ. അപ്പൊ നമ്മളെ വ്ളോഗ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ലാസ്റ്റ് ആയിട്ട് നമ്മളെ മെച്ചപ്പെട്ടൊരു പയ്യനെ കാണിക്കാം. ദത്തുപുത്രൻ വ്ളോഗ് കാണൂലേ? സപ്പോർട്ട് ചെയ്യൂലേ? സപ്പോർട്ട് ചെയ്യും, വ്ളോഗ് കാണും. എന്താണ് വ്ളോഗിനെ പറ്റി പറയാനുള്ളത്? സെൽഫ് അക്കൗണ്ടിനെ പറ്റി പറയാനുള്ളത്? സെൽഫേരെ കുറ്റം പറയല്ലേ ഷിബ്ലു? വ്ളോഗ് ഫിനിഷ് ഇന്നത്തെ വ്ളോഗ് ഇവിടെ അത് കട്ടയൊന്നുമില്ല. അപ്പൊ ഗായ്സ് ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ചാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.